അപ്പോൾ രാവിലെ തന്നെ ടുഡേ മോർണിംഗ് ഐ വോക്ക് അപ്പ്, അപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നു, എന്നിട്ട് മോൻ കഴുകണു, സൺസ്ക്രീൻ പറ്റണു, മോയ്സ്ചർ നൈറ്റ് ഇടുന്നു, നല്ലൊരു ഫിൽറ്ററൊക്കെ ഇട്ടുള്ള നല്ലൊരു ഫോട്ടോ ഇടുന്നു. വി നോ ഇറ്റ്സ് ഫേക്ക് ആൻഡ് പീപ്പിൾ ഫോൾ ഫോർ ദാറ്റ്. 18-year-old എന്തിനാ ബൊട്ടോക്സ് കൊടുക്കണം? അവർക്ക് എന്ത് റിങ്കിൾസ് ഉള്ള ആക്ച്വലി ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെന്റ്. നിങ്ങളുടെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാൻ യു സ്റ്റാർട്ട് ദിസ് പ്രിവെൻഷൻ. ഇതൊന്നും നമ്മൾക്ക് 50 വയസ്സായാലും വരാത്ത കാര്യമാണ്. ഓൾ ഓവർ ദ വേൾഡ് ഇപ്പോൾ വളരെ ബിഗ് സെലിബ്രിറ്റീസ് ഫ്രം ഹോളിവുഡിൽ അഡ്വർടൈസ് ചെയ്യുമ്പോൾ യങ് പീപ്പിൾ ഓവർ ഹിയർ 18-year-olds 20-year-olds ഫീൽ ദേ ഹാവ് ടു സ്റ്റാർട്ട് ഓൾ ദിസ് ബിക്കോസ് അതർവൈസ് ദേ വിൽ ലുക്ക് ഓൾഡ്. കൊളാജൻ ഷോട്ട്സ്, കൊളാജൻ സപ്ലിമെന്റ്, പേഴ്സണലി ഐ ഫീൽ ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഫേക്കറി ഇൻ ദ ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് സെയിങ് നിങ്ങൾക്ക് ബ്ലഡ് ഇല്ല, അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുക രാവിലെ എന്ന് പറഞ്ഞ പോലെയാണ്. ബ്ലഡ് കുടിച്ചോ, അപ്പോൾ ബ്ലഡ് ഉണ്ടാവും. ദർ ആർ ലോട്ട് ഓഫ് അതർ സ്പെഷ്യാലിറ്റീസ് ഓർ നോൺ മെഡിക്കോസ് ഹു ഫീൽ ഞങ്ങൾക്ക് ഇത് ചികിത്സിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം, ഞങ്ങൾ ഒരു സെമിസ്റ്റർ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഇതിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 3 വർഷം പഠിച്ചിട്ട് വരെ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ 3 ദിവസത്തെ കോഴ്സ് പഠിച്ച് വന്നിട്ട് അവർ പറയുന്നു സം ഫെലോഷിപ്പ് ഇൻ സം ഫാൻസി കൺട്രി. ഈ ഗ്ലൂട്ടത്തിൻ്റെ കൂടെ ബി കോംപ്ലെക്സ്, അത് ഇത് കുറേ കാര്യങ്ങൾ, ആ വിറ്റാമിൻ, ഈ വിറ്റാമിൻ, സിങ്ക്, മാഗ്നീഷ്യം, ഇതൊക്കെ കൂടി കയറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ സേഫ് ഇറ്റ് ഇസ് ടു ഡു ഇൻ എ ക്ലിനിക്. മൈ ക്ലിനിക് അറ്റ്ലീസ്റ്റ് ഐ ഡോണ്ട് ഡു ഓൾ ദീസ് കോക്ടെയിൽസ്. ഐ കൻ ടെൽ യു സോ മച്ച്. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സെല്ലിങ് എ പാക്കേജ്. ദ സ്റ്റാഫ് ഇസ് ഓൾസോ ഇൻസെൻറ്റിവൈസ്ഡ് ടു സെൽ എ പാക്കേജ്. റിലീസ് ഹെയർ റിമൂവലിന് തന്നെ ആ മോക്കിനുണ്ടല്ലോ, മോക്കിനും ചികിത്സിക്കണ്ടേ, സ്കാർ ഉണ്ടല്ലോ, അതിന് ചെയ്തുകൂടെ. അയാൾ വന്നത് വെറും ഹെയർ റിമൂവലിനാണ്. നമ്മൾ അപ്പോഴേക്കും ഒരു 5 കാര്യം അയാളുടെ മുഖത്തേക്ക് ഇട്ട് കൊടുത്ത് മേക്കിംഗ് ഹിം ഫീൽ ലൈക്ക് സംതിങ് ഇസ് റോങ്. 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിൻ കെയർ അത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആരെ കാണണം, എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് പ്രൊസീജിയർ എന്താണ്. ഇന്ന് നമ്മൾ ഡെർമറ്റോളജിയെ പറ്റിയും ആ ഒരു മേഖലയെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. ഈ എപ്പിസോഡ് മുഴുവനായി കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വരുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. എസ്തെറ്റിക് ഡെർമറ്റോളജിയെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ രാഹുൽ പിള്ളയാണ്. ഡോക്ടർ രാഹുൽ ഒരു ഡെർമറ്റോളജിസ്റ്റും ഒരു എസ്തെറ്റിക് സർജൻ കൂടിയാണ്. ഡോക്ടർ രാഹുൽ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ബ്യൂട്ടി കോമ്പറ്റീഷൻസും ഇതെല്ലാം നടക്കുന്നതിൽ ഇന്ത്യൻസിന് കപ്പ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്രൗൺ കിട്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. Aesthetic industry is actually right now $80 to $90 billion industry globally. 90 billion. Billion dollar. Okay. By 2033, it's expected to grow to 230 billion. Wow. Okay. And in 8 to 10 years, 3 times, 270 to 300 billion. 40% share is with North America and Europe. Okay. Which is consistently performing. That means they have to take care of the rest 60% to perform equally well. And the fastest growing economies in the world are Southeast Asian markets or Asian markets, Asia Pacific market. So their stress will be to improve what is not improved, not what has already improved. So naturally, അവർ നമ്മളെ പോലത്തെ രാജ്യങ്ങളിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Specifically India, because India is the 4th largest economy in the world. Our buying power is more actually. ഇന്ത്യയിൽ ഇപ്പോഴും ഇപ്പോൾ ഞാൻ ഈ ക്ലിനിക്ക് ഇവിടെ തുടങ്ങുന്നത് തന്നെ ഞാൻ പ്രോബ്ലി വെൻ ഐ ടെൽ ദിസ് ആക്ച്വലി ഐ എം ഗിവിംഗ് റൈസ് ടു കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് we are still we still don't have enough actually to cater to exact crowd. Because നമ്മുടെ ഇന്ത്യൻ all Indian market the last 5 states, Telangana, Andhra Pradesh, Karnataka, Tamil Nadu, Kerala, is comparatively having financial wealth, upper middle class wealth increase ചെയ്തു, knowledge increase ചെയ്തു, potential untapped ആണ്. Now more and more people are aspiring to be more than what they are. അപ്പോൾ പ്ലേസസ് ലൈക്ക് കേരള ആൻഡ് ഓൾ വിൽ ബി ഓൺ ദ ബൂം. ഇപ്പോഴും നമുക്കിവിടെ തുരുതുര ക്ലിനിക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും ദ റിയൽ ക്ലിനിക്സ്, ദ സ്റ്റേറ്റ് ഓഫ് ആർട്ട് കൈൻഡ് ഓഫ് എത്ര ഉണ്ടെന്ന് പറയാം ആക്ച്വലി കുറവുള്ളൂ. അപ്പോൾ ഇനി വരും മേ ബി ഇൻ ദ ഫ്യൂച്ചർ മൾട്ടിനാഷണൽ പ്ലേയേഴ്സ് വിൽ കം ഇൻ ഹു വിൽ ഇൻവെസ്റ്റ് ഹ്യൂജ് ബിക്കോസ് ദ മാർക്കറ്റ് ഇസ് എക്സ്പാൻഡിങ്. അത് ഏറ്റവും രസം എന്താ വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രീസും വെച്ച് നോക്കുമ്പോൾ ഈ double-digit ഗ്രോത്ത് ഉള്ള വൺ ഓഫ് ദ ഫ്യൂ ഇൻഡസ്ട്രിയാണ് എസ്തെറ്റിക് ഡെർമറ്റോളജി. മറ്റേതിൽ കാർഡിയോളജിയിലോ ട്രോമറ്റോളജിയിലോ ഓർത്തോപെഡിയിലൊന്നും ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആക്സിഡൻസ് കൂടണേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ലൈക്ക് യു നോ ദിസ് ഈസ് ലൈക്ക് യു ആർ വോളണ്ടറിലി മേക്കിംഗ് പീപ്പിൾ ഫീൽ ലൈക്ക് ദേ വാണ്ട്. ആൻഡ് ആ ചിന്താഗതി ഓൾഡൻ ഡേയ്സ് ചിന്താഗതി മാറി. ഓൾഡൻ ഡേയ്സ് അവരെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ ഇത് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇതല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. സി എവറിബഡി ഫീൽസ് ദാറ്റ് ദിസ് ഇസ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ഈവൻ വെൻ ഐ സീ എ പേഴ്സൺ ഹാവിങ് എൻ ഇൻകം ഓഫ് 25,000 rupees, അവർ വന്നപ്പോഴും അവരുടെ പ്രയോറിറ്റിയിൽ സ്കിൻ കെയർ ഉണ്ട്. അവർ ചിലപ്പോൾ 6,000 രൂപയുടെ സൺസ്ക്രീൻ പറ്റുണ്ടാവില്ല,
ഒരു 500 രൂപയുടെയെങ്കിലും അവർ പറ്റുണ്ടാവും. ഒരു മോയ്സ്ചറൈസർ അവർ ഉപയോഗിക്കേണ്ട. ഞാൻ കണ്ടതിൽ ഒരു പേഷ്യൻ്റ് പോലും, ഞാൻ ഒരു 10 പേഷ്യൻ്റ് തൊട്ട് 9 പേരെങ്കിലും ദേ വിൽ ബി സെൽഫ് യൂസിങ് എ ക്ലെൻസർ, സെൽഫ് യൂസിങ് എ മോയ്സ്ചറൈസർ, സെൽഫ് യൂസിങ് എ സൺസ്ക്രീൻ ആൻഡ് മോസ്റ്റ് ലൈക്ലി എ നൈറ്റ് ക്രീം ഓൾസോ. ദാറ്റ് മീൻസ് ദേ ആർ ഓൾറെഡി ഇൻ ടു ദ റെജിം ബിഫോർ ഈവൻ മീറ്റിംഗ് എ ഡോക്ടർ. ഇനി നമ്മൾ ഡോക്ടർക്ക് അവരെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കി പറഞ്ഞു കൊടുത്താൽ ഇതിന് നിങ്ങളുടെ സ്കിന്നിന് പറ്റണ ഇതായിരിക്കും ബെറ്റർ. ഈ ഒരു രീതിയിലോട്ട് ഈ ഒരു ജനറേഷൻ പോകുന്നതിന്റെ റീസൺ ഇപ്പം ഇതാണ് ഒരു മിനിമം ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻസും അതുപോലുള്ള മാർക്കറ്റിംഗ് ഗിമിക്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതെ, അത് അതിലേക്ക് സിഗ്നലിംഗ് ചെയ്യുന്ന പോലെയാണല്ലേ? ആബ്സല്യൂട്ട്ലി എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംവെയർ ഡൗൺ ദ ലൈൻ ദേ ആർ ആക്ച്വലി ദിസ് 2 ways of looking at it actually. One way, നമ്മൾ നോർമൽ സ്കിൻ കെയർ ആസ് പാർട്ട് ഓഫ് ഹെൽത്ത്. ഇപ്പം നമുക്കെല്ലാവർക്കും നമ്മൾ നല്ലൊരു ഷർട്ട് മേടിക്കുന്നു, വാച്ച് മേടിക്കുന്നു, വാട്ടർ ബെറ്റർ നമ്മൾ കാർ മേടിക്കുന്നു, ബിക്കോസ് വി ഫീൽ ഇറ്റ് ഗോസ് വിത്ത് ദ എസ്തെറ്റിക്സ് ഓഫ് അസ്, നമ്മൾ ഭംഗിയൊക്കെ. സെക്കൻഡ്, നമ്മുടെ സ്കിൻ ഹെൽത്ത്. ഇപ്പം നമ്മൾ നന്നായിട്ടിരിക്കുന്നു, നമ്മുടെ മുഖത്ത് പാടൊന്നുമില്ല, ചുളുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ലോസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹെൽത്താണ്. ബട്ട് മോർ ദൻ ദാറ്റ് the media influence is the max. In fact, I would say all this started booming a lot. But നമ്മൾ COVID, for some extent, it has brought a lot of industries down. Yeah. But to be very honest, in aesthetic industry, it has actually gave a start for it to pick up. Reason എന്താണെന്ന് വെച്ചാൽ everybody started going online, talking on meetings and everything. Everything is online. അങ്ങനത്തെ മീറ്റിങ്ങുകളാണല്ലോ. So they started seeing each other online. അപ്പോൾ they started understanding the imperfections, or somebody started pointing out the imperfections. നിന്റെ അവിടെ എന്താ കറുപ്പിരിക്കണം, ഇവിടെ എന്താ ചുളുങ്ങിയിരിക്കണം. അപ്പോൾ അവന് തോന്നുന്നു എന്തോ ഇതുവരെ. So he started getting conscious. And the selfie culture, the media culture. ഇപ്പം നമ്മുടെ now we talk about me. ഞാനൊക്കെ പണ്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ കൊഡാക്കിൻ്റെയോ ക്യാനൻ്റെയോ വാട്ടവർ ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണം 30 ഫിലിം കണ്ടാന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. അത് ഡെവലപ്പ് ചെയ്യണവരെ നമ്മൾ കാത്തു വെക്കണം. എല്ലാം ആവാതെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഡെവലപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് പിക്ചർ പെർഫെക്റ്റ് അല്ലേ, ഒരു ഐഡിയ, ഒരു മെമ്മറി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഇന്ന് ഇറ്റ്സ് സോ ക്ലിയർ, നമുക്കില്ലാത്ത കാര്യം വരെ ആ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെൽഫിയിൽ കാണാം. അപ്പോൾ ഈ സെൽഫി കൾച്ചറും പുതിയ ഫോണിൻ്റെ കൾച്ചറും വന്ന പിന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻഡ് നോട്ടീസിങ് ദിസ്. So this is again driving the aesthetic industry, because you yourself start noticing അവിടെ ഒരു കറുപ്പുണ്ടല്ലോ, ഈ പാട് എന്നാണ് വന്നേ, ശ്രദ്ധിച്ചില്ലല്ലോ. So this is what. So the economy growth in India plus the upper middle class income increasing, as well as the selfie culture, social media, all this is what is driving actually. ഈ അഡ്വർടൈസ്മെന്റ്സ് നോക്കുമ്പോൾ കൂടുതലും ഈ ബ്രാൻഡുകളുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ മോഡൽസ് എല്ലാം ഈ അൺറേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഈ സ്കിൻ എല്ലാം റിങ്കിൾസും ഇല്ലാത്തതോ അല്ലെങ്കിൽ സ്മൂത്ത് സ്കിൻ ആയിരിക്കും. ഇത് കാണുമ്പോൾ ബാക്കി നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ട്, ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ എന്തോ ഒരു സംഭവം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാണ്, നമുക്കൊരു പ്രായം കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. ആ പ്രായത്തിൽ നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അതെല്ലാം ആ ഇത് കാണിച്ചാൽ അല്ലെങ്കിൽ ആ മെഡിസിൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആകാൻ പറ്റുമായിരിക്കും, ഈവൻ ദോ നമുക്ക് അറിയാമായിരിക്കും അത് അങ്ങനെ ആകില്ല എന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കും. എക്സാക്ട്ലി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ ഹോൾ, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംടൈംസ് ഐ ഫീൽ many of us feel that we do something different, but I definitely do feel that I do something different. എന്താ വെച്ചാൽ I was one, എൻ്റെ ഫസ്റ്റ് ക്ലിനിക്കിൻ്റെ 2010 itself, my motto of my clinic, a journey to a more confident you എന്നാണ്. Because the whole idea is not to change you. I don't like the word I'm going to change you to somebody else, transform you to somebody else. No, you're good what you are. I just want to make certain imperfections look better. You're good, just trying to make you better. It's like ഒരു വണ്ണുള്ള ഒരാൾ ജിമ്മിൽ പോയിട്ട് കുറച്ചുകൂടി ടോൺഡ് ആവണ പോലെ. ഇറ്റ് ഇസ് ഹിം, നത്തിങ് ഇസ് ചേഞ്ചിങ് ഇൻ ഹിം ആക്ച്വലി. സെയിം രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും ഈ ആഡ്സും പല കാര്യങ്ങളും ദേ ആർ ആക്ച്വലി ട്രൈങ് ടു പുട്ട് ഇൻ ടു എ പീപ്പിൾസ് മൈൻഡ് ദാറ്റ് യു ആർ നോട്ട് പെർഫെക്റ്റ്. അപ്പോൾ ഈ ബ്യൂട്ടി കോൺസെപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു തിയറി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്, ഇപ്പോൾ നമ്മുടെ മെഡിസിൻ ബുക്സ്, നമ്മൾ പഠിക്കുന്ന ബുക്ക് എല്ലാം വെസ്റ്റേൺ വേൾഡിനെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ അനാട്ടമി ബുക്കാണ്, അല്ലെങ്കിൽ ഫിസിയോളജി ആണെങ്കിലും സർജറി ആണെങ്കിലും പഠിച്ചേക്കുന്ന എല്ലാ ബുക്കുകളും സത്യം പറഞ്ഞാൽ വെസ്റ്റേണേഴ്സിനെയാണ്. ഈ അസ്തെറ്റിക് കോൺസെപ്റ്റും ഈ ലേസേഴ്സും പല കാര്യങ്ങളും ഇഞ്ചെക്റ്റബിൾസും എല്ലാം കണ്ടുപിടിച്ചേക്കുന്നതും വെസ്റ്റേൺ വേൾഡിൽ തന്നെയാണ്. ഇതെല്ലാം കോക്കേഷ്യൻ സ്കിൻ എന്നാണ് ആക്ച്വലി പറയുക. അവരുടെ സ്കിൻ ടൈപ്പിൽ റെലവൻറ്റും വർക്ക് ചെയ്യണതുമാണ് സയൻറ്റിഫിക് ഡേറ്റ പ്രൂവ് ചെയ്തേക്കണേ. അവിടെ നമ്മൾക്ക് ഇവിടെ വന്ന് ആ സെയിം തിയറീസ് തന്നെ നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യാൻ അവർ നോക്കുകയാണ്. എന്നാൽ സ്കിൻ ടൈപ്സ് വേരിയസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ഡാനിഷ് അല്ലെങ്കിൽ നോർവീജിയൻ ആളെ പോലെ അല്ല
ഒരു ഇറ്റാലിയക്കാരൻ അല്ലെങ്കിൽ ഗ്രീക്കാരൻ, അതേപോലെയല്ല ഒരു അറേബ്യൻ, അതേപോലെയല്ല ഒരു ഇന്ത്യൻ, അതേപോലെയല്ല ഒരു ചൈനീസ് ഓർ ഫിലിപ്പീനോ, അതേപോലെയല്ല ആഫ്രിക്കൻ. സോ ബട്ട് ദെൻ വി ആർ ട്രൈങ് ടു ഇംപ്ലിമെന്റ് ദിസ് തിയറി ആസ് ഒരു ബ്ലാങ്കറ്റ് റൂൾ പോലെ എല്ലാവർക്കും, വിച്ച് ഇസ് നോട്ട് റൈറ്റ് ആക്ച്വലി. പക്ഷെ നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ യു ആർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് $1 billion ഇൻഡസ്ട്രി. സോ എന്നെ പോലത്തെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സ് വോയിസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഡസൻ മേക്ക് എ ഡിഫറൻസ്. ബിക്കോസ് ഇവൻച്വലി വാട്ട് ഡസ് ദ മീഡിയ വാണ്ട്? ദേ വാണ്ട് പബ്ലിസിറ്റി, ദേ വാണ്ട് റവന്യൂ. Are we doctors going to generate any revenue for them? No. It is these ad companies or whatever, fashion industry which is actually giving them sponsorships and whatever revenue. അപ്പോൾ അവർ അത് തന്നെയേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റിന് അവർ വന്നിട്ട് പറയാണ് ഹൈ ചീക്ക് ബോൺ ഇമ്പോർട്ടൻ്റ് ആണ്, ചിൻ കുറച്ചും കൂടി എലോങ്കേറ്റഡ് ആയിരിക്കണം, ലിപ്സ് കുറച്ചും കൂടി പൗട്ടി ആയിരിക്കണം, ഐസ് കുറച്ചും കൂടി അല്ലെങ്കിൽ ഐബ്രോ കുറച്ചും കൂടി ലിഫ്റ്റഡ് ആയിരിക്കണം. ഇതെല്ലാം മോറലെസ് ഇസ് എ വെസ്റ്റേൺ കോൺസെപ്റ്റ് ആക്ച്വലി. നമ്മളുടെ ഇപ്പോൾ പണ്ടത്തെ ഇഫ് നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടനെയോ മമ്മൂക്കേനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വി അപ്രിഷിയേറ്റ് എ ഡിഫറെൻറ്റ് ബ്യൂട്ടി ഓൾ ടുഗദർ. ബട്ട് വി ആർ നൗ ട്രൈങ് ടു ലുക്ക് ലൈക്ക് പണ്ടത്തെ ഒരു ബോളിവുഡിനെ പോലെയും അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിനെ പോലെയും വി ആർ ട്രൈങ് ടു തിങ്ക് ദാറ്റ് മേ ബി വി ആർ നോട്ട് ദ റൈറ്റ്, നമ്മുടെ ഐഡിയ തെറ്റാണ്, അവരെ പോലെ ഇരിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആക്കി വരാണ്. പല പുറത്തുള്ള ഒരുപാട് റിസർച്ചിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെല്ലാം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്, ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇതുപോലുള്ള റിസർച്ചോ ഡെവലപ്മെന്റ്സോ നടക്കാൻ ഇവിടുത്തെ സ്കിൻ ടൈപ്പ്, അതായത് ഇത്രയും ഒരു ലാർജസ്റ്റ് ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു മാർക്കറ്റിൽ ഇവിടുത്തെ മെഡിക്കൽ റിസർച്ച് ടീമിന് ഇങ്ങനെ ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ അതോ പറ്റാത്തതാണോ? അങ്ങനെയുള്ള കമ്പനീസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? സി ഓഫ് ലേറ്റ്ലി ദ ലാസ്റ്റ് 10 years നമ്മുടെ ഇവിടുത്തെ ബിഗ് ഫാർമ കമ്പനീസ് നമ്മുടെ അസ്തറ്റിക്കിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവൺ നമ്മുടെ സൺഫാർമ അല്ലെങ്കിൽ റെഡ്ഡീസ് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് ഫ്രം ഇന്ത്യ ഇവർ ഗ്ലോബലി നല്ല ബ്രാൻഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മരുന്നിന് US പ്രൈസും ഇന്ത്യയിലെ പ്രൈസും നമ്മൾ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we say we are of global standards. They say, okay, fine, you're of global standards equal to UK, Paris, Milan, whatever. But we can't afford to pay that way. We will only pay according to, let's say, Kochi standards. അങ്ങനെ പറയുമ്പോൾ മാക്കിയില്ല. ഇപ്പോൾ ഒരു മെർസിഡീസ് ബെൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു റേബാൻ ഗ്ലാസോ ഗ്ലോബലി അതിൻ്റെ പ്രൈസ് മോറലെസ് സെയിം ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിസ്പാരിറ്റി ഹ്യൂജ്. വെൽ നമ്മുടെ അവിടുത്തെ ഒരു മെഡിക്കൽ കെയറിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കി എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടറുടെ തന്നെ ഒരു OP കൺസൾട്ടേഷൻ എത്രയാണ്? ഇറ്റ്സ് ലൈക്ക് $15, നോട്ട് ഈവൻ $15 മേടിച്ചാൽ ദാറ്റ് ഡോക്ടർ ഇസ് വെരി ഫേമസ് ആക്ച്വലി. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ചാർജസ് ദാറ്റ്. വൈൽ വെസ്റ്റേൺ വേൾഡിൽ പോയാൽ $85-100 ഇല്ലാതെ ഏത് ഡോക്ടറിന് കാണാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി ഈസ് ബീങ് കോംപ്രമൈസ്ഡ് ഹിയർ ബിക്കോസ് ഓഫ് കട്ടിങ് കോർണേഴ്സ് ആക്ച്വലി പല ഏരിയാസിലും. ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ ഇപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ്സ്, എക്സാമ്പിൾ ഒരു ഇസ് ക്ലിനിക്കൽ, ഒബാജി എന്നൊക്കെ പറഞ്ഞ ചില ബ്രാൻഡ്സ് ഉണ്ട് വിച്ച് ഇസ് ലൈക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ. അവരുടെ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഫ്രം എ റെയർ പ്ലാന്റ് വിച്ച് ഗ്രോസ് ഓൺലി ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഒരു ഇയറിൽ ഇത്ര പ്ലാന്റ് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ റോ മെറ്റീരിയൽ എടുത്തിട്ടായിരിക്കും അവർ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കണേ. ഈ സെയിം പ്ലാന്റ് ഉദാഹരണത്തിൽ ലെറ്റ്സ് സേ ഇറ്റ് ഗ്രോസ് ഓൺലി ഇൻ 1 season ഇൻ സ്കാൻഡിനേവിയ എന്ന് വെച്ചാൽ മേ ബി ഇറ്റ് ഗ്രോസ് ത്രൂ ഔട്ട് ദ ഇയർ ഇൻ സൗത്ത് ആഫ്രിക്ക. എക്സാമ്പിൾ ഐ എം ടോക്കിംഗ്. ഈ സൗത്ത് ആഫ്രിക്കൻ സാധനത്തിന് സെയിം കൈൻഡ് ഓഫ് പൊട്ടൻസി ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി സോഴ്സ് ഈസിലി ആൻഡ് ചീപ്പർ. സോ പീപ്പിൾ ക്യാൻ സോഴ്സ് ദ മെറ്റീരിയൽ ഫ്രം ദെയർ ആൻഡ് ഫ്രം നോർവേ ആക്ച്വലി. അപ്പോൾ നമ്മളുടെ ഇവിടെയും പറ്റുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ആ ക്വാളിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ സോഴ്സ്ഡ് ഓർ യൂസ്ഡ് എന്ന് പറയുന്നതായിരിക്കും. ഇവർക്ക് ഉണ്ടാക്കാൻ അറിയാനിട്ടല്ല, യൂസ് ചെയ്യുന്ന ചിലപ്പോൾ കുറച്ചും കൂടി എക്കണോമിക്കലായിട്ടുള്ള റോ മെറ്റീരിയൽ ആവും. ബിക്കോസ് ദേ ആർ ലുക്കിംഗ് അറ്റ് സെല്ലിംഗ് ഇറ്റ് ഇൻ എ എക്കണോമിക്കൽ റേറ്റ്. ഇപ്പം നമ്മുടെ ഇവിടെ പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആക്ച്വലി വിച്ച് ഇസ് ബിയോണ്ട് ലോജിക് അക്കോർഡിംഗ് ടു മീ. എന്ന് വെച്ചാൽ പ്രൈസ് കൺട്രോളിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഒരു ടാർഗറ്റിന് മേലെ ആ മരുന്ന് വിറ്റ് പോവുകയാണെങ്കിൽ അത് എസെൻഷ്യൽ ഡ്രഗ്സിനുള്ളിലാണ് വരുന്നതെന്നാണ് പറയാം. ഈ എസെൻഷ്യൽ ഡ്രഗ്സിൽ വരുമ്പോൾ അവരുടെ പ്രൈസ് നിശ്ചയിക്കുന്ന ആ പ്രോഡക്റ്റിന് അപ്പം തന്നെ അവർ പ്രൈസ് കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ് ബിക്കോസ് ഇറ്റ് ഇസ് എസെൻഷ്യൽ. ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണ്. How can that be possible? Maybe one person maintains a high quality, other maintains a low quality. ഇതിൻ്റെ നടുക്ക് നിങ്ങൾ എത്തണമെന്ന് പറഞ്ഞാൽ what happens is many companies stop manufacturing of that medicine. They say that, okay, we can't give it at this cost. Let's stop production. Some people say, let's do, but let's compromise somewhere else. ചിലപ്പോൾ പാക്കിങ്ങിൽ കറക്റ്റ് കോംപ്രമൈസ് വരും. ഈവൻ ചിലപ്പോൾ ഈ തുറന്നിട്ട് നമ്മൾ അതിൻ്റെ കവർ പോലത്തെ ലിഡ് പോലില്ലേ, നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ ലിഡ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടേ ഇരിക്കും. അവസാനം പെയിനൊക്കെ ഇട്ട് കുത്തിയേക്കും വേണം തുറക്കാൻ. ഫോറിൻ സാധനമാണെന്ന് വെച്ചാൽ ഈസിലി പോരും. അവിടെ അവന് 50 പൈസ ലാഭിക്കാൻ നോക്കും.
ഡൂയിങ് ദാറ്റ്. ആ പാക്കേജിന് 3 രൂപ ലാഭിക്കാൻ നോക്കും. മാസ് പ്രൊഡക്ഷനിൽ അത് അപ്പൊ ബെനിഫിറ്റ് അങ്ങനെ വരുമ്പോൾ ഹ്യൂജ്. അങ്ങനെ ക്വാളിറ്റി ആൻഡ് ഓൾസോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് സ്ട്രിഞ്ചൻ റൂൾസ് ആക്ച്വലി വെസ്റ്റേൺ വേൾഡ് വെച്ചുമ്പോൾ അത്ര ഇല്ല ആക്ച്വലി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഷെൽഫ് ലൈഫ് എത്രയാണെന്ന് വെച്ചാൽ ആ 3 years കഴിയുമ്പോഴും ആ പ്രോഡക്റ്റിൽ 90% ഓഫ് ദ പൊട്ടൻസി ഷുഡ് ബി റീറ്റെയിൻ എന്നാണ് വെസ്റ്റേൺ വേൾഡിൽ പറയുന്നത്. ഇന്ത്യൻ ആക്ച്വലി മാർക്കറ്റിൽ 70% റീറ്റെയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ദർ ഇസ് എ ഡിഫറൻസ് ആക്ച്വലി ക്വാളിറ്റി. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്ന സെയിം കമ്പനിയുടെ തന്നെ I will not like to use the word that quality കുറവാണ്, but somewhere something is happening that we are not getting the same thing that we are getting abroad. Perfect example ആണ് Coca-Cola തന്നെ actually. We get for 25 rupees here. In Europe it's 3 euros. Anybody who tastes it will know the difference. ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ പല രാജ്യത്ത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്രാവൽ എക്സ്റ്റെൻസീവ്ലി യൂറോപ്പ് എങ്ങനെ പറയും, ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഷുഗർ ഉള്ള കൊക്കക്കോള ബാൻഡാണ്. They are only allowed to sell the zero Coke. There is no possibility to buy the other one. The government itself has decided that you can't sell. അപ്പോൾ ഒരു ചോയ്സ് തന്നെ ഇല്ല നമുക്ക് മേടിക്കാൻ. ഇത് പറ്റുന്ന വെച്ചാൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിൽക്കണ്ട അവിടെ ആ രീതിയിൽ. ആൻഡ് ഓൾസോ ഈ ഷുഗർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള എന്താണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതെന്നുള്ളതിനും വ്യത്യാസമുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് ഇറ്റ് ലെറ്റ്സ് സേ ഷുഗർ ഫ്രീ. സോ അതിന് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിരിക്കാം. ബിക്കോസ് ദിസ് ഇസ് എ പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റ് വെയർ ദേ ആർ ലുക്കിംഗ് അറ്റ് നമ്പേഴ്സ് റാദർ ദാൻ ക്വാളിറ്റി. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ്. ബട്ട് സിൻസ് വി ആർ ഹ്യൂജ്, ഇപ്പോൾ എക്സെപ്റ്റ് നമ്മളിപ്പോൾ പറയുന്നു വി പ്രൗഡ്ലി സേ വി ആർ ദ 4th largest എക്കോണമി ഇൻ ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ഇറ്റ്, ക്യാൻ വി സേ വി ആർ ഓഫ് ദ സെയിം സ്റ്റാൻഡേർഡ് ആസ് എ ജർമ്മനി ഓർ എ സ്വിറ്റ്സർലൻഡ് ഓർ ഇൻ ഇറ്റലി? We are no, but then പറയുമ്പോൾ we are the 4th largest, after US, Japan, China, then it's India എന്ന് പറയാം, but that's not true. That doesn't really mean that we are actually the 4th developed country. Just the market is huge. അത്രേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, ലൈക്ക് ഇന്ത്യൻ ബ്രാൻഡ്സ്? ഇന്ത്യൻ സ്കിന്നിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദേ ആർ ഡൂയിങ് ഇറ്റ്, കസ്റ്റമൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾദോ ഐ ക്യാൻ സേ ദറ്റ് വി ആർ യെറ്റ് നോട്ട് റീച്ച് ദാറ്റ് ലെവൽ. എന്ന് വെച്ചാൽ ഒരു വെസ്റ്റേൺ വേൾഡിനെ കോമ്പറ്റ് ചെയ്യുന്ന ലെവലിലുള്ള റിസർച്ച് ഇന്ത്യയിലായിട്ടില്ല. സിംപ്ലി ബിക്കോസ് ദേ ഹാവ് എ ഹെഡ് സ്റ്റാർട്ട് ഹെഡ് ഓഫ് എസ്. അപ്പോൾ അവിടെ ഒരു 2000 തുടങ്ങി 2001 2005 തുടങ്ങി ഒരു പ്രോഡക്റ്റിന് മേലെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇവോൾവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 ആകുമ്പോൾ അവർ അത്രയും അതിനെ പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അവിടെ 2020 സ്റ്റാർട്ട് ചെയ്തതിനോട് യെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് മച്ച് ആസ് വാട്ട് ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ബട്ട് ദെൻ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എന്താ വെച്ചാൽ പലപ്പോഴും ഐ ഡെഫിനറ്റ്ലി ഡു ഫീൽ ദാറ്റ് ഈ ബിഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ് മേ ബി ഇൻവെസ്റ്റിംഗ് ഇൻ വെസ്റ്റേൺ വേൾഡ് ഫാക്ടറീസ് actually, or acquiring them or, പലപ്പോഴും. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം വെദർ ബിഫോർ വി ആക്ച്വലി ബ്രിങ് ഔട്ട് സച്ച് പ്രോഡക്ട്സ്. പ്രോബബ്ലി ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വോള്യൂമിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അവർക്ക് ആ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കാരണം കൊണ്ടായിരിക്കാം അവരത് കൂടുതൽ ഇതിനകത്ത് സ്ട്രെസ് ചെയ്യാത്തത്. നമ്മളൊരു 40 years ആകുമ്പോഴാണ് ഏജിങ് മര്യാദയ്ക്ക് കാണിച്ചു തുടങ്ങുള്ളൂ. ഒരു 30 to 40 years പ്രീ ഏജിങ്, ആഫ്റ്റർ 50 years പ്രോപ്പർ ഏജിങ്. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ സർട്ടൺ മരുന്നുകൾ 50 സ്റ്റാർട്ട് ചെയ്യും, സർട്ടൺ 40, സർട്ടൺ 30. ഇങ്ങനെയാണ്. നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദ ഹോൾ വേൾഡ് ഇസ് ടേണിംഗ് ടുവേർഡ്സ് എ കോൺസെപ്റ്റ് ഓഫ് പ്രിജുവിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഏജിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. മൈ ലോജിക്കൽ ക്വസ്റ്റ്യൻ വാസ്, if my daughter comes to me at 18 and tells me she wants to use a particular product which is a retinol, will I tell her go ahead with it, or will I tell her wait? Actually, now if you think wait for your daughter, why are you writing that for somebody else's daughter? Actually, that is the most important thing. എന്ന് വെച്ചാൽ റെറ്റിനോൾ പോലത്തെ പ്രോഡക്ട്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓഫ് എ പർട്ടിക്കുലർ പൊട്ടൻസി എന്ന് വെച്ചോളൂ. എനിത്തിങ് ബിലോ പൊട്ടൻസി ഇസ് നോട്ട് ഗോയിങ് ടു ഷോ റിസൾട്ട്സ്. സോ യു ക്യാൻ ഐദർ മാച്ച് ഇറ്റ് ഓർ ഗോ അബവ് ഇറ്റ്. അപ്പോൾ ഫ്രം 18 itself we are kind of pushing into this kind of strong regimes which is not necessary. പിന്നെ ഈ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് വേൾഡിനെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് എത്ര ചുളിവുണ്ട്, അത് ഹാർഡ്ലി എനി റിങ്കിൾസ്. ദേ മേ ഹാവ് സം പിഗ്മെൻറ്റേഷൻ,
പ്രായം തോന്നിക്കാം, ബിക്കോസ് ഓവറോൾ ഒരു സാഗിങ് ഉണ്ടാവും, ചിലപ്പോൾ മുടി കൊടിച്ചിലുണ്ടാവും. ബട്ട് റിങ്കിൾസ്, ഫൈൻ ലൈൻ എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ അമ്മൂമ്മയുടെ മുഖത്ത് പോലും ചിലപ്പോൾ പറഞ്ഞാൽ ഉണ്ടായിരുന്നിരിക്കില്ല ആക്ച്വലി, യുനോ. അപ്പോൾ ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് നിങ്ങളുടെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാൻ, യു സ്റ്റാർട്ട് ദിസ് പ്രിവെൻഷൻ. ഇതൊന്നും നമ്മൾക്ക് 50 വയസ്സായാലും വരാത്ത കാര്യമാണ്. അപ്പോൾ വി ആർ സ്ട്രെസ്സിങ് എ ലോട്ട്. അപ്പോൾ ഇത് ഓൾ ഓവർ ദ വേൾഡ് ഇപ്പോൾ വളരെ ബിഗ് സെലിബ്രിറ്റീസ് ഫ്രം ഹോളിവുഡോ ലെറ്റ്സ് സേ ഇൻഫ്ലുവൻസേഴ്സ് ഫ്രം ഹോളിവുഡ് ഇത് അഡ്വർടൈസ് ചെയ്യുമ്പോൾ young people over here, 18-year-olds, 20-year-olds feel they have to start all this because otherwise they'll look old. ഇതിന്റെ ബാക്കിൽ ഒരു ബേസിക്കലി ഒരു ലോബിങ് ഇല്ലേ, സോ ദാറ്റ് the pharma companies can make money ahead of that time. Exactly. അതാണ് the whole thing is actually I feel it is lobbied by big pharma industries trying to promote it that this is essential. See, influencers ആരാണെങ്കിലും let's accept it. It is their profession like our profession. Okay. If you're good at what you do, you are likely to be paid for what you do. ആക്ച്വലി ഓക്കെ, ഐ മീൻ അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിൽ വളരെ ഹോബി പോലെ എടുക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കണം. അതർവൈസ് ദേ ഹാവ് സം കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. അപ്പോൾ അവർ പണ്ട് ബ്രാൻഡ്സിനെ എൻഡോസ് ചെയ്യാൻ പറഞ്ഞ പോലെ നമ്മൾ സെലിബ്രിറ്റി വരുന്നു. ഇറ്റ് ബിക്കെയിം വെരി എക്സ്പെൻസീവ്. ദേ തോട്ട് വൈ നോട്ട് ആസ്ക് സംബഡി ഹു ഇസ് നോട്ട് വെരി ഫേമസ്, ദേ വിൽ ഡു ഇറ്റ് ലിറ്റിൽ മോർ എക്കണോമിക്കൽ. ബട്ട് ദ ഐഡിയ ഇസ് ദ സെയിം. ഇറ്റ് ഈസ് ആക്ച്വലി അഡ്വർടൈസിങ്. ഡോക്ടർ ഇപ്പോൾ ഗ്ലോബൽ എക്സ്പോഷറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്, ഹൗ ഡിഡ് യു കം ഹിയർ? ഈ ഒരു ഫീൽഡ് എങ്ങനെ തിരഞ്ഞെടുത്തു? ആൻഡ് യു ഹാവ് ട്രാവൽഡ്, ഇത്രയും കണ്ടു, അതിനകത്ത് പല രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ടാണ് ഡോക്ടർ ഇപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അപ്പം ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, അതൊന്ന് പറയാമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ മെഡിസിനിലേക്ക് വരുന്നതിന് യാദർശിക എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ജനറേഷൻ്റെ ആൾക്കാരെല്ലാവരും നമ്മളെ മെയ്ഡ് അസ് ഫീൽ ലൈക്ക് യുനോ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മളേക്കും പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടായി. ആക്ച്വലി അത് ട്രൂ അല്ല നമുക്കറിയാം, ബട്ട് ദാറ്റ്സ് ദ വേ ഇറ്റ്സ് ബീൻ ടോൾഡ്. സോ ദെൻ ഫൈനലി ഐ ഗോട്ട് ഇൻ മെഡിസിൻ. ആൻഡ് വെൻ ഐ ഗോട്ട് ഇൻ മെഡിസിൻ ഐ സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്. അങ്ങനെ പറഞ്ഞായിരിക്കും കറക്റ്റ്. സോ ഇനീഷ്യലി ഐ സ്റ്റാർട്ടഡ് ഓഫ് ഇൻ എ സ്ലോ പേസ് എന്ന് തന്നെ പറയാം. ഐ വാസ് നോട്ട് ദ ഗ്രേറ്റ് സ്റ്റുഡൻറ്റ് ഓർ സംതിങ്, ബട്ട് ഇറ്റ് ടുക്ക് ഓഫ് ഇൻ എ ഗുഡ് വേ. ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ബി elected as one of the best students. Even I was invited by Atul Bihari Vajpayee ji that time to be the best student when I was abroad and all that. Appa then that gave more motivation. Then somebody recognizes you for your work, then you get even more motivated actually. Then after that I was thinking, let me get into a field which is upcoming field. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ലെറ്റ്സ് സേ ബാക്കിയെല്ലാം നമ്മൾ അറിയും, കാർഡിയോതൊറാസിക് സർജൻ, ന്യൂറോ സർജൻ, യുനോ ഓൾ ദീസ് ആർ ലൈക്ക് ഫാൻസി ബിഗ് ടൈം. നമ്മളെപ്പോഴും വളരെയധികം ഹാർഡ് വർക്കിംഗ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ, ബിക്കോസ് ദേ ആർ ഡൂയിങ് ലൈഫ് സേവിംഗ് വർക്ക് മോർ ദൻ അതേഴ്സ് ആക്ച്വലി. സോ ഐ തോട്ട് ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ലെറ്റ് മീ തിങ്ക് അബൌട്ട് വാട്ട് ഇസ് കമ്മിങ് ന്യൂ. So then that is when I had the opportunity to go to US actually. Avada poi I realized that the aesthetics is a big industry there and it is only going to get bigger and bigger. So 2003 ആ സമയത്ത് I realized that I've realized whatever is happened in the Western world, adine odane illegalum within 5 years will come to the developing world. This is the trend of everything actually, you know, because പറഞ്ഞ പോലെ they establish first in a Western world, they make a market, then they push it into a developing country. അപ്പോൾ ഐ തോട്ട് ഇന്ത്യ ഈസ് നോട്ട് വെൽ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ഇന്ത്യയിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ അധികമില്ല. ഡെർമറ്റോളജി ഇന്ത്യയിൽ അന്നും വെറും ഫംഗസ് അല്ലെങ്കിൽ അതേപോലെ യുനോ അലർജീസ് ഒക്കെ ചികിത്സിക്കുന്ന സ്പെഷ്യാലിറ്റി പോലെ കണ്ടുകൊണ്ടിരുന്നു. വൈൽ ദർ വാസ് അനദർ ഫ്ലിപ്പ് സൈഡ് ടു ഇറ്റ് വിച്ച് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ഇസ് എസ്തെറ്റിക് ഡെർമറ്റോളജി. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഡെർമറ്റോളജി ബിക്കോസ് ഒരു ബേസ് ഇല്ലാതെ ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു ശരിയല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ പല ആൾക്കാരും ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, വേറെ സ്പെഷ്യാലിറ്റിയിലെ ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല ബിക്കോസ് ഇറ്റ് എൻഡ് അപ്പ് ഇൻ കോൺട്രവേഴ്സി, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അതർ സ്പെഷ്യാലിറ്റീസ് ഓർ നോൺ മെഡിക്കോസ് ഹു ഫീൽ ഞങ്ങൾക്ക് ഇത് ചികിത്സിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം, ഞങ്ങൾ ഒരു സെമിസ്റ്റർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 വർഷം പഠിച്ചിട്ട് വരെ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. PG എടുത്തിട്ട് തന്നെ അപ്പോഴാണ് ഈ 3 ദിവസത്തെ കോഴ്സ് പഠിച്ച് വന്നിട്ട് അവർ പറയുന്നു സം ഫെലോഷിപ്പ് ഇൻ സം ഫാൻസി കൺട്രി. ഒരു ഡിഗ്രി, ഈ റെക്കഗ്നിഷൻ ഈ ഡിഗ്രിക്ക് അവിടെയില്ല ഇവിടെയില്ല, ബട്ട് എഴുതി വെക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ മാർക്കറ്റിംഗ് തിങ് ആക്ച്വലി. സോ ഐ തോട്ട് ദ ബെസ്റ്റ് വേ ടു ബി എ ഗുഡ് ഡോക്ടർ അസ്തെറ്റീഷ്യൻ ഇസ് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സ്കിൻ, ട്രീറ്റ് ദ സ്കിൻ. ഇപ്പോൾ പലപ്പോഴും 10 അസുഖം ചികിത്സിക്കുക, ഒരു 10 പ്രശ്നം നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ 7 എണ്ണം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മോറലെസ് ഏത് ഡോക്ടർ ചികിത്സിച്ചാലും അത് ശരിയാവും. ആ 3 എണ്ണത്തിലാണ് വ്യത്യാസം ശരിക്കും ഒരു ഡോക്ടറും വേറെ ഡോക്ടറും തമ്മിൽ വരുന്നുള്ളൂ. ഈ 3 എണ്ണത്തിലൊരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഈ ഡോക്ടറുടെ കൂടി കഴിവ്. മറ്റേ റിയൽ ആയിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ദേ ഓൺലി നോ യു ഡു ദിസ് ഹാപ്പൻസ്. നൗ വാട്ട് ഇഫ് ഇറ്റ് ഗോസ് റോങ്, ഓ ദാറ്റ് ഹാസ് നോട്ട് ബീൻ ടോട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ മെയിൻ റൂൾ ആക്ച്വലി ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് സംതിങ് ഗോസ് റോങ് ദ കോൺസിക്വൻസസ്,
how will your skin react to that? If you understand the reaction, how can you actually neutralize or stop it or make it back to what it was? ഇത് മനസ്സിലാക്കാൻ ഡെർമറ്റോളജി ആക്ച്വലി പഠിക്കുന്നു. സോ ദെൻ ഐ സ്റ്റഡി ഡെർമറ്റോളജി ആൻഡ് ദെൻ ഐ ഗോട്ട് ഇൻ ടു എസ്തെറ്റിക് ഡെർമറ്റോളജി ബിക്കോസ് നൗ ദാറ്റ് ഐ നോ ഹൗ എ സ്കിൻ വിൽ ബിഹേവ്, നൗ ഐ വിൽ സീ ഹൗ ഐ കൻ മേക്ക് ഇറ്റ് ബെറ്റർ. ആക്ച്വലി വാട്ട് കൻ ഐ മേക്ക് ടു മേക്ക് ഇറ്റ് ചേഞ്ച്. അങ്ങനെയാണ് എൻ്റെ ജേർണി ആയിരുന്നത്. ഒരു ഇൻസ്പിറേഷൻ ഈ വെസ്റ്റേൺ വേൾഡിൽ എക്സ്പോഷർ പഠിച്ച കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലായത്. ബിക്കോസ് അവിടെ അത് ഓൾറെഡി പാർട്ട് ഓഫ് ലൈഫാണ്. അവിടുത്തെ ഈവൺ ഒരു $500 സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അന്നത്തെ സമയത്ത് I'm talking about 2004, 2005, $500 അവരെ സംബന്ധിച്ച് അവർക്കൊരു $100 അവർ അസ്തെറ്റിക്സിന് ചിലവാക്കും. അവരെ സംബന്ധിച്ച് ഇറ്റ്സ് വേ ഓഫ് ലൈഫാണ്. ഇറ്റ്സ് നത്തിങ് എക്സെപ്ഷണൽ. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. നമ്മൾ സലൂണിൽ പോണ പോലെയാണ് അവർ ഡെർമറ്റോളജിന് അടുത്ത് പോകുന്നത്. സോ ഐ അണ്ടർസ്റ്റുഡ് ദിസ് ഇൻഡസ്ട്രി ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ ആൻഡ് ഓണസ്റ്റ്ലി ഐ ലവ് വാട്ട് ഐ എം ഡൂയിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ ചില ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്, കാസ്മെറ്റോളജി ഇല്ല നിന്റെ കോസ്മെറ്റോളജി, അതല്ലാതെ നിനക്ക് എന്താണ് നീ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്. ഐ സെഡ് ദാറ്റ് ഇസ് വെരി റോങ് ബിക്കോസ് ഐ ഫീൽ നമ്മളുടെ പേഴ്സണാലിറ്റി ടു വെരി ലാർജ് എക്സ്റ്റെൻസ് ഡിപ്പെൻഡ്സ് ഓൺ a lot on how we look also. Okay, because I've seen this transformation in my career. ഇപ്പം ഇത്ര നാളത്തെ കരിയറിൽ എനിക്ക് പറയാം I've seen the changes in people. ഇപ്പോൾ ഉദാഹരണം, ഒരു 22-year-old girl with lot of acne, lot of scars on the face, or she has hair loss. Already she is made to feel that she doesn't look good by everybody. Okay, ഒരു കല്യാണത്തിന് പോകുമ്പോൾ മോസ്റ്റ് ലൈക്ലി ഒരു പ്രപ്പോസൽ വരാം. ഷീ മേ ലൈക്ക് ഓർ മേ നോട്ട് ലൈക്ക് ദറ്റ് പേഴ്സൺ, ബട്ട് ഷീ വിൽ സേ യെസ് ടു ഇറ്റ് ബിക്കോസ് ഷീ ഈസ് ഫീലിംഗ് വേറെ ആരും ഈസ് നോട്ട് ടെല്ലിങ് യെസ് ടു ഹർ. Okay, she goes into a compromise marriage. Second thing, if she is not, let's say, very highly qualified allengi, she is looking at a normal job. Or interview nu pogumbo, she doesn't get selected because maybe somebody else is there similar qualification with better looks. Human psychology, they may get selected. She may get a job which is not what probably she likes or lesser than what she deserves. നമ്മുടെ ജീവിതത്തിലെ മോസ്റ്റ് 2 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്, ഒന്ന് കരിയർ, ഒന്ന് മാരേജ്. ഓക്കെ, ഈ രണ്ടിലും ഷീ ഈസ് ഗെറ്റിംഗ് ഇറ്റ് റോങ് ആൻഡ് ഇവൻച്വലി അറ്റ് ദ ഏജ് ഓഫ് 40-45 ഷീ ഈസ് ഗോയിങ് ടു ഗോ പ്രോബബ്ലി ഇൻ ടു ഡിപ്രഷൻ ഓർ ഷീ ഈസ് ഗോയിങ് ടു ലിവ് ഇൻ ഡിപ്രഷൻ ഓൾ എ ലൈഫ്. ബട്ട് ഷീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എ ലൈഫ്, നത്തിങ് ക്യാൻ ബി ഡൺ. ഇതിൻ്റെ പല ആസ്പെക്ട്സ് വി കുഡ് ഹവ് ചേഞ്ച്ഡ്. ഈ സെയിം പേരൻസ് നമുക്ക് ഇപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് ഒരാഴ്ചത്തേക്ക് മുമ്പ് വരാറുണ്ട്. കല്യാണമാണ്, ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും ഒരു 5000 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും അവർ പറയും, ഓ ഇപ്പോൾ കല്യാണമാണ് ഡോക്ടറെ, ഭയങ്കര പൈസയ്ക്ക് ടൈറ്റാണ്, എന്തെങ്കിലും തൽക്കാലം ഒരു 2 ദിവസത്തേക്ക് തന്നാൽ അവർ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം കല്യാണത്തിന് ചിലവാക്കും. ഗോൾഡ് മേടിക്കും. ആ സ്വന്തം മോളുടെ ആ ലുക്സ് ഒന്ന് ബെറ്റർ ആക്കാൻ, മേക്ക് എ ഫീൽ മോർ കോൺഫിഡൻറ്റ്, 25,000 രൂപ പോലും ചിലവാക്കാൻ അവർ റിലക്റ്റൻ്റാണ്. ബിക്കോസ് ദേ ഫീൽ ദിസ് ഇസ് നോട്ട് എസെൻഷ്യൽ വൈൽ ദിസ് ഇസ് എസെൻഷ്യൽ. അപ്പോൾ ഒരു ക്യാരക്ടർ ലൈഫാണ് ഇവിടെ ചേഞ്ച് ആവുന്നത് വെൻ ആക്ച്വലി സം തിങ്സ് ആർ ഡൺ റൈറ്റ്. സെക്കൻഡ് തിങ്, വി ഓൾ വുഡ് ഹവ് നോട്ടീസ്, നമ്മൾ ചില ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ മുടിയൊക്കെ ഇരിയൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് തോന്നി ഇന്ന് കാണാൻ നമുക്ക് ഒരു ലുക്ക് ഉണ്ടല്ലോ, നമുക്കൊരു ഇൻബിൽഡ് കോൺഫിഡൻസ് അന്നത്തെ ദിവസം വരാണ്. ദിസ് ഇസ് ഫ്രം വിത്തിൻ. ഇതിനൊന്ന് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ബട്ട് ഐ എം ഷുവർ all of us have felt that. These all changes to be some way the nature or the world evolves around you to manifest for you എന്നൊക്കെ പറയുന്ന പോലെ തിങ്സ് ഹാപ്പൻ ആക്ച്വലി ഇൻ എ പോസിറ്റീവ് വേ. അല്ല നമ്മൾ വളരെ നെഗറ്റീവ് ഫ്രെയിമിൽ അന്നെന്ന് വെച്ചാൽ നമ്മൾ നോക്കി അന്ന് എല്ലാ പ്രശ്നങ്ങളും അന്നത്തെ ദിവസം ഉണ്ടാവും. നമുക്ക് ചോദിക്കുന്ന ആൾക്കാർ നോ പറയും, നമ്മളൊരു പ്രശ്നം പോകുമ്പോൾ ഇറ്റ് ഓൾ പ്ലേസ് എ റോൾ ഓൺ അസ് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, വി ടെൻ ടു ലുക്ക് ഷാബി. നമ്മൾ പിന്നെ ഷേവ് ചെയ്യില്ല, ചിലപ്പോൾ മുടിയിരി വെക്കില്ല, ഷർട്ട് ചുളുങ്ങിയതായിരിക്കും. ഇതെല്ലാം ഇൻഡിക്കേറ്റ്സ് യുവർ പേഴ്സണാലിറ്റി. ബട്ട് വെൻ യു ആർ സ്ട്രോങ് പേഴ്സണാലിറ്റി, യു യുവർ സെൽഫ് ടെൻ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകണു, വി ഫീൽ സ്ട്രോങ്. ഇതെല്ലാം പ്ലേസ് ഓൺ യുവർ മൈൻഡ് ബിക്കോസ് ഈ മെൻറ്റൽ വെൽബീയിങ്ങും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിനൊക്കെയും ഇതൊരു വലിയൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഡെർമറ്റോളജിയിൽ 1 പോസ്റ്റിംഗ് ഇസ് ഇൻ സൈക്കാട്രി. We are posted for some months in psychiatry because almost 30% അസുഖങ്ങൾ has got a bit of psychiatric relation. ഇപ്പോൾ ചൊറിച്ചിൽ for that matter, ചൊറിച്ചിലില്ലെങ്കിലും your brain feels there is ചൊറിച്ചിൽ, you keep on scratching, it's scratch cycle എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് സെയിങ്, നമ്മളിപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ആൾക്കാർ പറയും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന്. ഇറ്റ്സ് ലൈക്ക് സെയിങ്, നമ്മൾ ചിക്കൻ ബിരിയാണി കാണുമ്പോൾ ചിക്കൻ ബിരിയാണി എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ സലവേഷൻ വരുന്നു, നമ്മൾ കാണുന്നില്ല, ഒന്നുമില്ല. Because we are so used to it. Our brain attributes to that. Same രീതിയിലാണ് പല സ്ട്രെസ്ഫുൾ ഫാക്ടേഴ്സിനും പല ഇവൻസിനെയും. ഇറ്റ് ആക്ട്സ് ഓൺ യുവർ മൈൻഡ് ആൻഡ് യുവർ ബ്രെയിൻ. അപ്പോൾ ഇറ്റ് ഇവൻച്വലി ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി ഈസ് സ്കിൻ. സോ എനിത്തിങ് ആൻഡ് എവറിത്തിങ് actually impacts on the skin.
in a good or a bad way, actually. As a mental well-being, the confidence, the glow, the stress, everything shows on the skin, actually. അപ്പോൾ it is actually a marker. ഇപ്പം ഞങ്ങൾ ഡെർമറ്റോളജിയിൽ ഒരു സേയിങ് ഉണ്ട് ആക്ച്വലി, വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി, ഈസി ടു പ്രാക്ടീസ് എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിക്കാത്ത ഒരു ഫീൽഡും ഇല്ല. കാർഡിയോളജിയിൽ ഡെർമറ്റോളജി കോംപ്ലിക്കേഷൻ ഉണ്ട്, ന്യൂറോളജിയിലുണ്ട്, സൈക്കാട്രിയിലുണ്ട്, ഗൈനക്കോളജിയിലുണ്ട്, പീഡിയാട്രിയിലുണ്ട്, ഓർത്തോപെഡിയിലുണ്ട്, ഏത് ഫീൽഡിലാണെങ്കിലും ഡെർമറ്റോളജി കോംപ്ലിക്കേഷൻ ഉണ്ട്. സോ ബിസൈഡ്സ് പ്യുവർ ഡെർമറ്റോളജി വി ഓൾസോ ഹാവ് ടു സ്റ്റഡി അതർ സ്പെഷ്യാലിറ്റിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് അറിഞ്ഞിരിക്കണം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മോറലെസ് സിമ്പിൾ, ബിക്കോസ് മറ്റ് സ്പെഷ്യാലിറ്റി വെച്ച് നോക്കുമ്പോൾ എമർജൻസീസ് കുറവാണ്. സോ വി ഡോണ്ട് റിയലി നീഡ് ടു ഹാവ് എ നൈറ്റ് കോൾ. ഒരു ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻസ് റിലേറ്റീവ്ലി ലെസ് ആണ്. ഇല്ല എന്നല്ല, ഉണ്ട്, ബട്ട് ഇസ് റിലേറ്റീവ്ലി ലെസ്. സോ ഇൻ എ വേ വി സ്റ്റഡി എ ലോട്ട്, ബട്ട് പ്രാക്ടീസ് ചെയ്യാൻ റിലേറ്റീവ്ലി സിംപ്ലറാണ്. അപ്പം ഇതെല്ലാം കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു കണക്റ്റഡ് ഇമ്പാക്റ്റ് ആണ്. സോ ദ കോൺഫിഡൻസ് ഓഫ് ദ പേഴ്സൺ, ദ വേ ദേ ബിഹേവ്, ദ വേ ദേ ഗ്രൂം ദംസെൽഫ്, their life, their social circle, the job. I think it plays a lot of role actually, because eventually we are what we feel that we are. നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആണെങ്കിൽ if we feel we are not confident, then what are we going to achieve in life? So that's important. I have seen a lot of people, അവരുടെ റിയൽ സ്കിൻ ഭയങ്കര നല്ലതായിരിക്കും, അല്ലെങ്കിൽ റിയൽ ലുക്ക് ഭയങ്കര നല്ലതായിരിക്കും. എന്നാലും ആ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പേരിൽ അവർ ഒരുപാട് ഫിൽറ്റേഴ്സ്, ഒരുപാട് ലൈക്ക് ഇതുപോലത്തെ എഫക്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് മിക്കവാറും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു റിയാലിറ്റി വേഴ്സസ് നാച്ചുറൽ സാധനം, അതിൽ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് എന്താ? അത് സൈക്കോളജിക്കലി എത്ര എഫക്റ്റീവ് ആണ്? വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ? അതെ, അത് നമ്മൾ പറയുന്ന പോലെ റിയൽ വേഴ്സസ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ആക്ച്വലി ഇത് എല്ലാം ഇറ്റ് ഈസ് എഗെയിൻ കം ഫ്രം ദ വെസ്റ്റേൺ വേൾഡ് ആക്ച്വലി, ബിക്കോസ് ഈ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഓൾ ദിസ് ഇൻസ്റ്റാഗ്രാം ഇറ്റ് സെൽഫ് ഇസ് എ വെസ്റ്റേൺ വേൾഡ് അല്ലേ, നമ്മുടെ അവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കോക്കേഷ്യൻ സ്കിന്നിൽ ആക്ച്വലി ബൊട്ടോക്സ് ഫില്ലേഴ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഇത് സംതിങ് കോൾ MD കോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട്, വിച്ച് ഈ ഫില്ലേഴ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാറ്റേൺ ടു ഫോളോ, ഈസി സജഷൻ. There's two ways why it was formed actually. First thing, it was formed because ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ഇവിടേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ മതി നിങ്ങൾ എന്ന് പറയാനായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഇഞ്ചെക്ട് ഓൺ സർട്ടൻ പോയിന്റ്സ്, ഇറ്റ് ഇസ് സേഫ് പോയിന്റ്സ്, യു ഫിനിഷ് ദ ഫേസ് വിൽ ലുക്ക് ഗുഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ 100 പേരിൽ 90 പേർക്കും ധൈര്യത്തിൽ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബിക്കോസ് ദെൻ മോർ പീപ്പിൾ വിൽ ബൈ ദറ്റ് മെറ്റീരിയൽ ഓർ ദ ഫില്ലർ ഓർ വാട്ട് എവർ. എനിക്കത് ഉപയോഗിക്കാൻ പേടിയാണെങ്കിൽ ഐ വിൽ ബി റിലക്റ്റന്റ് ടു യൂസ് ഇറ്റ് ഓൺ മൈ പേഷ്യൻസ്. ഐ വിൽ നോട്ട് ബൈ ഇറ്റ്. സോ ഫാർമ കമ്പനി ഡെവലപ്പ് സച്ച് എ വേ ദാറ്റ് കോഡ്സ് ഇസ് ബീങ് ഡൺ സോ ഇറ്റ് ഇസ് സിംപ്ലിഫൈഡ് ഫോർ യു, ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി റിലവൻറ്റ് ടു എവറി ഫേസ് ആക്ച്വലി. അപ്പം ഈ ചില കോഡ്സ് വന്ന പിന്നെയാണ് പല കോൺസെപ്റ്റ്സ് അവർ ഇവോൾവ് ചെയ്ത് വരുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹയർ ചീക്ക് ബോൺസ് ഓർ ലൈക്ക് ചിൻ എലോങ്കേഷൻ വേണം, ടിപ്പ് ഓഫ് ദ നോസ് കുറച്ച് റേസ്ഡ് ആയിരിക്കണം, ഇത് ഓൾ ദിസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദിസ് വാസ് ആക്ച്വലി പബ്ലിഷ് ബൈ സർട്ടൻ ഡോക്ടേഴ്സ്. അതിനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എല്ലാവർക്കും എടുക്കുകയാണ്, വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റിലവൻറ്റ് ടു അവർ ഇന്ത്യൻ പോപ്പുലേഷൻ. നമ്മുടെ അവിടെ ബ്യൂട്ടി ആരെയാണ് നമ്മൾ ബ്യൂട്ടിഫൈഡ് ആയിട്ട് കാണുന്നത്, സെയിം ആളെ തന്നെ വെസ്റ്റേൺ വേൾഡിൽ കാണണമെന്നില്ല സത്യം പറഞ്ഞാൽ. ബട്ട് we are trying to say that whatever they say is right. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻഡോസ്ഡ് ബൈ ബിഗ് സെലിബ്രിറ്റീസ്. ഐ മീൻ ടോക്കിംഗ് അബൌട്ട് ഹോളിവുഡ് സെലിബ്രിറ്റീസ്. അപ്പം അതിനെ നമ്മുടെ ഇന്ത്യൻ ആൾക്കാർ യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ ദേ ഫീൽ ദാറ്റ് മേ ബി ദിസ് ഇസ് ഇപ്പോൾ ബിയോൺസെ എങ്ങനെ ഇരിക്കുന്നു, ഷക്കീർ എങ്ങനെ ഇരിക്കുന്നു, ജെനിഫർ ലോപ്പ് എങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ മേ ബി ഐ ഷുഡ് ഓൾസോ ബി ലൈക്ക് ദാറ്റ് എന്നൊരു തോന്നൽ വരാണ്. ആൻഡ് ഇറ്റ് ഹസ് ബീൻ പുട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻ ടു ദ മൈൻഡ്. ഒരു കാര്യം തന്നെ നമ്മൾ 10 പ്രാവശ്യം കാണുമ്പോൾ വി ടെൻ ടു ബിലീവ് ദാറ്റ് ഓക്കെ പ്രോബ്ലി ദിസ് ഇസ് ദ വേ ഇറ്റ് ഈസ് ആക്ച്വലി. ആൻഡ് ഈ ഫിൽറ്റേഴ്സിൽ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ബ്രിങ്ങിങ് ഡൗൺ കോൺഫിഡൻസ് ഇൻ പീപ്പിൾ ആക്ച്വലി. ഐ ഓൾവേസ് സേ, ഐ മീൻ യു ക്യാൻ യൂസ് ടു സം എക്സ്റ്റെൻറ്റ്. നിങ്ങൾ ഇപ്പം ചില ആൾക്കാരുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇവരല്ല നേരിട്ടില്ല ജീവിതത്തിൽ, പിന്നെ ഇത്ര പേരുത്ത് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന്. ദേ ട്രൈ ടു ഇംപ്രൂവ് ദ കോംപ്ലക്ഷൻ, ദേ ട്രൈ ടു ബ്രിങ് ഡൗൺ ദ വേസ്റ്റ്, ഓക്കെ വാട്ട് എവർ. അപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് അല്ലെങ്കിൽ ക്ലയൻസിനോട് പറയാറില്ല എന്താ വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് ആ ഫിൽറ്ററിൽ കാണാൻ നിങ്ങൾ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതേപോലെ യു ട്രൈ ടു ബി റാദർ ദാൻ മേക്ക് അതേഴ്സ് ബിലീവ് ബൈ ഫേക്കിംഗ് ഇറ്റ്. നിങ്ങളുടെ കോംപ്ലക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനോ, ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു സേ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കുകയാണ്. ആസ് എ ഡോക്ടർ ഐ ഓൾവേസ് സേ ഇംപ്രൂവ് യുവർ സ്കിൻ ക്വാളിറ്റി. അതാണ് വേണ്ടത്, ഇംപ്രൂവ് യുവർ സ്കിൻ ക്വാളിറ്റി. ഓർ യു ഫീൽ ദാറ്റ് യു ആർ ഫാറ്റ് എന്ന് തോന്നണം, ഒബീസ് എന്ന് തോന്നണമെങ്കിൽ യു മേക്ക് ഇറ്റ് ഹെൽത്തി, ലുക്ക് ഹെൽത്തി, യു ബ്രിങ് ഡൗൺ, യു ഡു എക്സസൈസ്. ദാറ്റ്സ് എ റൈറ്റ് വേ, ബിക്കോസ് ദാറ്റ് മേക്സ് യു ഫീൽ ദിസ് ഇസ് റിയലി യു.
നിങ്ങൾ ഈ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്ന ആക്ച്വലി ഈസ് ഷോയിങ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇൻഫാക്ട് ഇൻ 2013 ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വി ഡിഡ് എ സ്റ്റഡി വിത്ത് നിംഹാൻസ് ഇൻ ബാംഗ്ലൂർ. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് സ്റ്റഡി ഇൻ ദ വേൾഡ് അബൌട്ട് ബോഡി ഡിസ്മോർഫിക് സിൻഡ്രോം എന്ന് പറയും, വിച്ച് ഫീൽസ് ദറ്റ് പേഷ്യൻസ് ഫീൽ ദറ്റ് സംതിങ് ഇസ് നോട്ട് റൈറ്റ് വിത്ത് ദം. ഇറ്റ് ഈസ് എ വെരി അണ്ടർ എസ്റ്റിമേറ്റഡ് പ്രോബ്ലം. അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കണില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി റിലവൻറ്റ്. ദ സ്റ്റഡി വാസ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ്. വി ഹാഡ് 5,000 പേഷ്യൻ്റ് ഡാറ്റാബേസ്. വി വർ ട്രൈങ് ടു അസസ്. ആക്ച്വലി സംസാരിച്ച് നോക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഉണ്ട്, ബട്ട് ഇൻ എ വെരി സട്ടിൽ വേ. ചിലവർക്ക് ഭയങ്കര പ്രോമിനൻ്റാണ്. എന്ത് ഫോട്ടോ കണ്ടാലും അവർ വന്നിട്ട് പറയും ഇത് ശരിയല്ല, അത് ശരിയല്ല, ആ ചേഞ്ച് വേണം. ചിലവർ ഇൻ എ സട്ടിൽ വേ ദേ ലൈക്ക്, ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ടെൽ ഇറ്റ് ഓപ്പൺലി. പിന്നെ ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് പലപ്പോഴും ഡോക്ടേഴ്സ് കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് തോന്നണേ. സംടൈംസ് വാട്ട് ഹാപ്പൻസിനോ, നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ എന്നോട് ചില പേഷ്യൻസ്, ഐ ട്രൈ ടു ബി വെരി ഓണസ്റ്റ് ആക്ച്വലി. ഐ ഹവ് ഓൾവേസ് ഫെൽ ദാറ്റ് ഐ ഓൾവേസ് ടെൽ ഓൾസോ, സി ഐ മേ നോട്ട് ബി ദ ബെസ്റ്റ് ഡോക്ടർ, ബട്ട് ഐ കൻ ബി ഷുവർ, യു കൻ ബി അഷ്യൂർഡ് I am one of the most honest doctors in the world. That anybody who knows me will be. That has been my identity from the day one. പക്ഷെ നമ്മൾ കറക്റ്റ് കാര്യം പറയുമ്പോൾ സംടൈംസ് യു മേക്ക് എനിമീസ്. ഇതാണ് പറ്റുന്നത്. സോ എന്നോട് പേഷ്യൻ്റ് വന്നിട്ട് പറയും, എൻ്റെ മുഖം ഇത്തിരി സാഗായിട്ടിരിക്കുന്നുണ്ട്, ഈ സൈഡ് പ്രൊഫൈലിൽ എനിക്ക് ചിന്ന് കൂടുതലായിട്ട് തോന്നുന്നു, എൻ്റെ നോസ് കുറച്ച് റോങ് ആണ്, കണ്ണിൻ്റെ അവിടെ കണ്ടോ ചുളിവ് കണ്ടോ. ഞാൻ ആക്ച്വലി നോക്കുമ്പോൾ എനിക്കതൊന്നും കാണുന്നില്ല. പക്ഷെ ഞാനിത് പേഷ്യനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ most likely the patient is going to say that I'm not a good doctor, I don't know. അത്രയല്ലോ, ഡോക്ടർ ശരിയല്ല, go to the next clinic, that's all. So eventually I'm losing a client, plus I'm developing a bad name saying I'm not good. This was my answer in 2010 when I used to be point blank. എന്ന് വെച്ചാൽ വെളിയിൽ പഠിച്ചു വന്നപ്പോൾ അവരുടെ അപ്രോച്ച് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് വെരി സ്ട്രേറ്റ്. ഓക്കെ, രോഗിയോട് തന്നെ ആദ്യം രോഗിയുടെ അസുഖം പറഞ്ഞിട്ട് വേണം രോഗിയുടെ ബൈസ്റ്റാൻഡറോട് പറയണം എന്നാണ്. രോഗി കൺസെന്റ് തന്നാൽ മാത്രമേ ബൈസ്റ്റാൻഡറോട് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. രോഗിയോട് പറയും എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല. അതിന് വെളിയിൽ പോയിട്ട് നമ്മൾ പറയും, ഓ ആള് സ്ഥിതി കുറച്ച് മോശമാണ് കേട്ടോ, അറിയേണ്ടവരേക്ക് അറിയിച്ചോട്ടോ. അതാണ് ബിക്കോസ് വി ഫീൽ രോഗിയോട് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അവിടെ അങ്ങനെ പറ്റില്ല. യു ഹാവ് ടു ടെൽ ഓൺലി ഇഫ് ദേ ഗിവ് പെർമിഷൻ വി ക്യാൻ ഷെയർ. അപ്പോൾ അവിടെ നമുക്കെല്ലാം നോ പറയാം. വളരെ ദിസ് ഇസ് നോട്ട് ദേ, ഐ വോണ്ട് ഡു ദിസ്, ദിസ് ഇസ് നോട്ട് റൈറ്റ്, ഇറ്റ് വോണ്ട് ലുക്ക് ഗുഡ് ഓൺ യു. ഇവിടെ അങ്ങനെ നമുക്ക് ആ ഒരു ഡിപ്ലോമസിയിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. സോ നൗ ഓവർ ദ ഇയേഴ്സ് ഐ ഹാവ് ഡെവലപ്പ് സെയിങ് ദാറ്റ് ഐ ഫീൽ ഹൗ ഡു ഐ റീറ്റെയിൻ മൈ ക്ലയൻസ്. ഇങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഐ ടെൽ ദം, സി ലിസൺ, ഐ വിൽ ബി ഓണസ്റ്റ്. എന്നെ പഠിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ സാർ എന്നെ പഠിപ്പിച്ചേക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രൈമ ഫേസിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു കുഴപ്പം തോന്നണില്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡിഗ് ചെയ്ത് കുഴപ്പം കണ്ടെത്തണ്ട. ഇഫ് ഇറ്റ് ഇസ് ദേ ഇറ്റ് വിൽ ഷോ. ദാറ്റ് ഇസ് ദ ബേസിക് റൂൾ ഓഫ് ഡെർമറ്റോളജി. അതാണ് ഫസ്റ്റ് തിങ്, ഈവൺ ഇൻ എസ്തെറ്റിക് ഡെർമറ്റോളജി. സെക്കൻഡ് തിങ് ഐ ടെൽ ദം, നിങ്ങളുടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ് ആ കണ്ണിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ മേ ബി അവിടെ ഒരു ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററിന് വരുത്താം. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് യു ഫീൽ പ്രഷേർഡ് സംതിങ് ഇസ് റോങ് വിത്ത് യു. ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഡു സംതിങ് ബെറ്റർ ടു യു, ലെറ്റ്സ് ഗോ ഹെഡ് വിത്ത് ഇറ്റ്. ദാറ്റ് ഇസ് ദ വേ ഐ പുട്ട് ഇറ്റ് ദീസ് ഡേയ്സ്. ഇപ്പം ദർ ഇസ് ഫാർമ ഇൻഡസ്ട്രി ഹൂസ് എക്സ്പ്ലോയിറ്റിംഗ് നിങ്ങളുടെ ഒരു ആ കോൺഫിഡൻസിനെ, ആൻഡ് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഒരാവശ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ദേ ആർ സെല്ലിങ് ഇറ്റ് ടു മേക്ക് മണി, പക്ഷേ വിച്ച് ഇസ് ഓവർലി പോപ്പുലർ ഓൾസോ, പക്ഷെ മനുഷ്യർക്ക് ആവശ്യമില്ല. അങ്ങനെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ എക്സാമ്പിൾ പറയാൻ കുറേ പ്രോഡക്ട്സ് ഉണ്ട് ആക്ച്വലി. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വി ഹാഡ് എ സ്റ്റഡി ഡൺ ഇൻ എവറി ജനറേഷൻ. അപ്പോൾ എവറി ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡീലിംഗ് വിത്ത് പ്രോഡക്ട്സ് ഹാവ് ചേഞ്ച്ഡ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജനറേഷനൊക്കെ ആണെന്ന് വെച്ചാൽ മാക്സിമം ഒരു സൺസ്ക്രീൻ കൊടുക്കുക, ഒരു മോയ്സ്ചറൈസർ കൊടുക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ബിയോണ്ട് ദാറ്റ് അവർ ചെയ്യൂല. എൻ്റെ ഒരു ജനറേഷൻ മേ ബി വി ക്യാൻ ആഡ് എ ക്ലെൻസർ, എ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് എ നൈറ്റ് ക്രീം. ഓക്കെ, പക്ഷേ ദ മോർ ന്യൂ ജനറേഷൻ ദേ ഫീൽ ഒരു 45 minute regime പോലെയാണ് അവർക്ക് രാവിലെയും വൈകുന്നേരം. യുനോ ഇറ്റ്സ് ലൈക്ക് you have to cleanse your face, follow it by a toner, then you have to moisturize, then you have to wait, then you put a sunscreen, maybe you can add a vitamin C serum, അത് കഴിഞ്ഞിട്ട് വെളിയിൽ പോണു, അത് കഴിഞ്ഞിട്ട് in between you can use a spray kind of sunscreen such a way that your makeup doesn't go off but still you are applying the sunscreen. അതിന് നൈറ്റ് വന്ന് again they follow the entire thing, but again the products are different. They will add a retinol, they may add a pigment lightening serum. They love the entire process. So more than the result, I feel they just love doing this. Okay, but പല പ്രോഡക്ട്സും ഇസ് ഓവർ ഹൈപ്ഡ് ആക്ച്വലി. ബിക്കോസ് നമ്മൾ മാർക്കറ്റിൽ തന്നെ കാണാം, ഒരു 3 വർഷം നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, പിന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കണമെന്നില്ല.
പിന്നെ നെക്സ്റ്റ് 3 years വി ഹിയർ അബൌട്ട് എ ന്യൂ പ്രോഡക്റ്റ്. എല്ലാവരും അതിനെക്കുറിച്ച് ഇപ്പം നയാസിനമൈഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. എല്ലാവരും ഇപ്പോൾ ചോദിച്ചു വരുന്നത് ദിസ് പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് നിയാസിനമൈഡ്. ഈ നിയാസിനമൈഡ് കുറേ വർഷങ്ങളായിട്ടുള്ള പ്രോഡക്റ്റാണ്, നത്തിങ് ന്യൂ. സോ ലൈക്ക് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ടു എക്സാമ്പിൾ ഇതിനെ കുറിച്ച് ഈ നയാസിനമൈഡിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബ്രദർ യു ഹാവ് അറ്റ് ഹോം ഹൂസ് വെരി ഇറിറ്റേറ്റിംഗ് എ വെരി നോട്ടി ബട്ട് ഈസ് വെരി ഫണ്ണി ആൻഡ് എൻ്റർടൈനിങ് ഓൾസോ. അപ്പോൾ യു ഡോണ്ട് നോ വാട്ട് വെൻ യു ടേക്ക് എം ഔട്ട് ഹി കുഡ് ബി മിസ്ബിഹേവിങ് ബട്ട് ഇറ്റ് ക്യാൻ ബി എൻ്റർടൈനിങ് ഓൾസോ. ഇതേപോലെയാണ് നയാസിനമൈഡ്. ഓക്കെ, സോ വലിയ റിസൾട്ടൊന്നും തന്നെ ഇല്ലെങ്കിലും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി യൂസ് ഇറ്റ്. എന്നാൽ ഈ നയാസിനമൈഡ് മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എക്സെപ്ഷണൽ റിസൾട്ട് വരാൻ പോണില്ല. കൊളാജൻ ഷോട്ട്സ്, കൊളാജൻ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടേ, ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. കൊളാജൻ ഷോട്ട്സ്, കൊളാജൻ സപ്ലിമെന്റ്, പേഴ്സണലി ഐ ഫീൽ ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഫേക്കറി ഇൻ ദ ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് സെയിങ് നിങ്ങൾക്ക് ബ്ലഡ് ഇല്ല, അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുക രാവിലെ എന്ന് പറഞ്ഞ പോലെയാണ്. ബ്ലഡ് കുടിച്ചോ, അപ്പം ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ് ഉണ്ടാവുന്നതിന് രീതി ഉണ്ട്, അത് കുടിച്ചുകൊണ്ട് കാര്യമില്ല. സെയിം രീതി കൊളാജൻ എലാസ്റ്റിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്കിൻ. അതിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിന് എനർജി ബേസ്ഡ് ഡിവൈസസോ അല്ലെങ്കിൽ വല്ല സം കൈൻഡ് ഓഫ് ഇൻജെക്റ്റബിൾസോ ബൂസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യണതിൻ്റെ കൂടെ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തോ, ഇറ്റ് മേ ഹെൽപ്പ് ഇൻ ദ പ്രോസസ്. പക്ഷെ അതല്ലാതെ കൊളാജിൻ ഷോട്ട്സും കൊളാജിൻ ടാബ്ലറ്റ്സും കഴിച്ചുകൊണ്ടൊന്നും ഒന്നും ആവാൻ പോണില്ല. ആക്ച്വലി ദിസ് ഇസ് എ റിയാലിറ്റി. ആക്ച്വലി അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ ഓരോ ഏജ് റിലേറ്റഡ് പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മളൊരു ബ്ലാങ്കറ്റ് റൂള് പോലെ എല്ലാവരും നിങ്ങൾ ക്ലെൻസ് ചെയ്യണം, നിങ്ങൾ ടോൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ പറ്റണം, അതിൻ്റെ ആവശ്യമില്ല. ഡു യു റിയലി റിക്വയർ? Are you having a very dry skin? Then you go for moisturizer. If you don't have, why do you want to apply? You're going to increase it. Sunscreen, yes, ഒരു ബേസ് പോലെ നമ്മൾ കേരളം പോലെ സ്ഥലത്ത് UV റേസ് കൂടുതലുള്ളതാണ്. യു അപ്ലൈ ഇറ്റ് ഫോർ പ്രൊട്ടക്ഷൻ. അതിന് തന്നെ യു ചൂസ് അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. എല്ലാത്തിനും ഒരു ബ്ലാങ്കറ്റ് പോലെ എല്ലാം സെയിം എന്ന് പറഞ്ഞാൽ ശരിയല്ല. നൈറ്റ് സിറം, യു ഡിസൈഡ് വാട്ട് ഈസ് യുവർ കൺസേൺ. ഡു യു തിങ്ക് യുവർ ടാൻഡ്? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പിഗ്മെന്റ് ലൈറ്റനിങ് സിറം. ഡു യു തിങ്ക് യു ജസ്റ്റ് റിക്വയർ സം ഓഫ് ഫ്രഷ്നെസ്? അപ്പോൾ എന്തെങ്കിലും ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ജെൽസ് പോലെ. ഡു യു തിങ്ക് യു ആർ റിങ്ക്ലിംഗ് ഓർ ഏജിങ്? അപ്പോൾ എന്തെങ്കിലും റെറ്റിനോയിഡ് കൈൻഡ് ഓഫ് സിറംസ്. അപ്പോൾ യു കാറ്റഗറൈസ് അക്കോർഡിംഗ് ടു യുവർ നീഡ്, കസ്റ്റമൈസ്. ഡോണ്ട് ഗോ ബിക്കോസ് ദ കമ്പനി സേസ് ദിസ് ഇസ് എ ഗുഡ് നൈറ്റ് ക്രീം. അത് മേ നോട്ട് ബി റെലവൻറ്റ് ടു യു. സോ റെലവൻസ് ടു യു, ഏജ് ഗ്രൂപ്പ്, all that matters. The skin type that you have, all that matters. അതേപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ഇസ് ജസ്റ്റ് ഹൈപ്പ് ടു സെൽ. ആക്ച്വലി ഇറ്റ്സ് വെരി ട്രൂ. വേറെ എക്സാമ്പിൾ, കൊളാജൻ പോലെ വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ വേറെ കൊളാജൻ പോലത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു കാര്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഗ്ലൂട്ടത്തിയോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഐ വിൽ പുട്ട് ഇറ്റ് ദിസ് വേ. ഗ്ലൂട്ടത്തിയോണ് ഗുണമുണ്ട് ദോഷമുണ്ട്. ബട്ട് ദ എക്സ്പെക്ടേഷൻ ഷുഡ് ബി വെരി ക്ലിയർ. ആക്ച്വലി പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം തന്നെ, ഇപ്പം എനിക്ക് വരുന്ന ഒരു എൻക്വയറി തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിക്കാൻ പറഞ്ഞാൽ ഡു യു ഡു ഗ്ലൂട്ടത്തിയോൺ? ഇപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ കോസ്റ്റ്? ഹൗ ക്യാൻ ഇറ്റ് ബി ലൈക്ക് ദാറ്റ്? ഇപ്പോൾ നമ്മളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള ഒരു ഡോസ് നിശ്ചയിക്കുക. ഇപ്പം നമ്മൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും വെയിറ്റ് അനുസരിച്ച് ഓരോ അമോക്സിസിലിൻ കൊടുക്കുന്നതിൻ്റെ വേരിയേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് അമോക്സിലിൻ ഡോസ് ഫോർ എവറിബഡി ഇൻ ദ വേൾഡ് എന്നല്ലല്ലോ. യു ഹാവ് ടു ഡിസൈഡ് അക്കോർഡിംഗ് ടു പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഗ്ലൂട്ടത്തിയോൺ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇസ് എന്താണ് എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ട പേഷ്യൻ്റെ. ഇപ്പം നമ്മൾ ഒരു 10 ഇസ് വെരി ഫെയർ, 1 ഇസ് റിലേറ്റീവ്ലി വെരി ഡാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ടു അസസ് വേർ ഡു വി സ്റ്റാൻഡ് ഇൻ ദിസ് 1 to 10. അതനുസരിച്ചാണ് എത്ര ഡോസ് വേണം, എത്ര സിറ്റിംഗ് വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും പല ക്ലിനിക്കുകളിൽ പോകുമ്പോൾ സ്റ്റാൻഡേർഡ് ഗ്ലൂട്ടത്തിയോൺ ഡോസ്, വി ഡു ഗ്ലൂട്ടത്തിയോൺ ഫോർ ലെറ്റ്സ് സേ 7,500 rupees. ഈസ് ദാറ്റ് വാട്ട് യു റിക്വയർ? നോ. ഹൗ മെനി സിറ്റിംഗ്സ് യു റിക്വയർ? പേഷ്യൻറ്റിന് പറഞ്ഞുകൂടാ, അവരോട് പറഞ്ഞിട്ടുമില്ല, എന്നാൽ പേഷ്യൻറ്റ് ബോധോടുമല്ല. ഓൾ ദേ കെയർ ഇസ് ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ്? ഇറ്റ് വാസ് കോസ്റ്റിംഗ് ലെസ് ഓവർ ദ, സോ ഐ ഡിഡ് ഓവർ ദ. അതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് സെയിങ് ഒരു 120 kilo ഉള്ള ഒരാളെ 6 pack ആക്കി എടുക്കാനും 85 kilo ഉള്ള ഒരാളെ 6 pack ആക്കി എടുക്കാനും ജിമ്മിൽ പോകേണ്ട സമയം രണ്ടുപേർക്കും 6 മാസം എന്ന് പറയുന്ന പോലെയാണ്. ഈ 120 kg ആൾ 6 months ആവുള്ള ഒരു 80-90 kilo തന്നെ ആവാൻ പോകുന്നുള്ളൂ. പിന്നെ ഒരു 6 months വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഒരു 6 pack ആവണേ. Well, 85 kg person may start showing some kind of difference by 3 months. In 6 months, he or she can be ripped actually. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. സെക്കൻഡ് തിങ്, ഇതിൽ റിസൾട്ട് എല്ലാവർക്കും കിട്ടുമെന്നുള്ളതാണ്. ഗ്ലൂട്ടത്തിയോനെ സംബന്ധിച്ച് ഗ്ലൂട്ടത്തിയോൺ കഴിച്ചുകൊണ്ട് മാത്രം ഫെയർ ആവണമെന്ന് 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. So it's as a doctor, I'll be very honest all the time with them. See, listen, I had patients who's happy, not happy, satisfied, very happy. എന്നാൽ ഈ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്.
അവരുടെ ബോഡി അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്യണു. അതിന് അത്ര സയൻറ്റിഫിക് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എ വെരി ലാർജ് എക്സ്റ്റെൻറ്റ് സയൻറ്റിഫിക് പ്രൂഫ് ഇല്ല ദാറ്റ് യു വിൽ ബിക്കം ഫെയർ. ദർ ഇസ് ഓൾസോ കോൺട്രവേഴ്സി വിത്ത് ദ റിസൾട്ട്സ് ബി പെർമനൻ്റ് എന്നുള്ളത്. I would say whatever results you get, you will have to maintain. It's like saying, I went to gym, I got a six-pack again, now I will be relaxing. Everything will be fine from now on. No, you have to maintain. Same രീതിയിൽ തന്നെ ഗ്ലൂട്ടത്തിൻ്റെ. ആർക്കായിരിക്കും വേണ്ടത്? ഗ്ലൂട്ടത്തിയൻ ആക്ച്വലി കണ്ടുപിടിച്ച ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഒരു റിജുവിനേഷൻ മെഡിക്കേഷൻ ആയിട്ടാണ്, എസ്പെഷ്യലി റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ലിവർ സിറോസിസ്, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ലിറ്റിൽ മോർ ബെറ്റർ സ്കിൻ ഓർ സ്റ്റാർട്ടഡ് ബിക്കമിങ് ലിറ്റിൽ മോർ ഫെയർ. അതങ്ങനെയാണ് ഞങ്ങളുടെ ആസ്തറ്റിക്സിലേക്ക് അത് വന്നു തുടങ്ങി ആക്ച്വലി. അപ്പോൾ ഐഡിയലി വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ റിജുവിനേഷൻ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വിച്ച് വുഡ് ബി മോർ എത്തിക്കൽ ആക്ച്വലി. ബിക്കോസ് you had let's say നിങ്ങൾക്കൊരു 20 day you were stressed out, lack of sleep, or maybe you had multiple bouts of alcohol and all that. You want to detoxify yourself എന്ന് വെച്ചാൽ yes, this is the right thing. You're detoxifying yourself. It helps you. അതെങ്ങനെയാണ് ഡീടോക്സിഫൈ ചെയ്യുന്നത്? ലിവർ ഈ ഗ്ലൂട്ടൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എൻസൈം തന്നെയാണ് that helps in antioxidant activity in the body. അതിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് അതിനെ കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കണം, മോർ സുപ്പീരിയർ ആക്കണം, മോർ എഫിഷ്യൻ്റ് ആക്കണം, ഇൻ അതർ വേർഡ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ശരിക്കും പേർപ്പസ് ആക്ച്വലി. അല്ലാതെ മെലനിൻ്റെ കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളതല്ല. സോ അത് കാരണം കൊണ്ട് ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഗ്ലൂട്ടത്തിൻ എത്തിക്കലാണ്. ബട്ട് ടു സേ ദാറ്റ് വി വിൽ ട്രാൻസ്ഫോം യു കംപ്ലീറ്റ്ലി, യു വിൽ ലുക്ക് വെരി ഫെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി റോങ് തിങ്. ബട്ട് എഗെയിൻ യു ആസ്ക് മീ ഡസ് ഇറ്റ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഐ വിൽ സേ യെസ്, ഇറ്റ് ഡസ് വർക്ക്. ഇപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇപ്പോൾ PRP, GFC, അതേപോലെ തന്നെ ഗ്ലൂട്ടത്തിയൻ. ഇതിനൊന്നും വലിയ സയൻറ്റിഫിക് ഡേറ്റ ഇല്ലെങ്കിലും clinically you see that there is a lot of result. So I use the word absence of proof is not proof of absence. So sometimes there may not be a scientific proof to that, but you do see clinically that there is results. But there is no harm in doing, provided you're doing with the right person who's giving you the right advice, the right weight, and telling you when to stop and how much to do. Overdo ചെയ്യാതെ. അതുകൊണ്ട് പ്രയോജനമുണ്ടോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്? ഗ്ലൂട്ടത്തിൻ ഡെഫിനറ്റ്ലി ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ യു ഡു ഗെറ്റ് എ ഫ്രഷർ ലുക്ക് ആക്ച്വലി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടത്തിൻ തന്നെ ആവണമെന്നില്ല. എനി കൈൻഡ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും റെഗുലർലി എടുക്കുകയാണെങ്കിൽ യു ലുക്ക് മോർ ഫ്രഷ്. ദിസ് ഇസ് അഗെയിൻ ദ ന്യൂ കോൺസെപ്റ്റ്. ലൈക്ക് വി ടോക്ക്, ഇപ്പോൾ വെളിയിലേക്കും പഠിക്കാൻ ലെക്ചേഴ്സിനേക്കും പോകുമ്പോൾ വാട്ട് ഐ ഹവ് സീൻ ഇസ് മോർ ദൻ സേ വാട്ട് ഹാവ് യു ഡൺ, യു ഹവ് ചേഞ്ച് എന്ന് പറയുന്നതിനെക്കാട്ടും ദ ബെറ്റർ കോംപ്ലിമെൻറ്റ് ടു ഗിവ് ഇസ് യു ലുക്കിംഗ് മച്ച് ഫ്രഷർ. Because that's not exactly changed you, but you're looking yourself, but in a better way ആക്ച്വലി. ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്ലൂട്ടത്തിയൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഒരു 10 സിറ്റിങ്ങോ ഒരു വീക്ക്ലി വൺസ് ആണ് ആക്ച്വലി ഇതിൻ്റെ സിറ്റിംഗ്. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ദേ ഡെഫിനറ്റ്ലി വിൽ ഫീൽ ലെസ് ടയർഡ്. ദ ലുക്ക് വിൽ ബി ലെസ് ടയർഡ് ലുക്ക്, മോർ ഫ്രഷ്, ലിറ്റിൽ മോർ ഗ്ലോയിങ് സ്കിൻ, ഓക്കെ, ആൻറ്റി ടാനിങ്, ഈ എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ദർ ഇസ് നോ ഹാം ആക്ച്വലി. ജസ്റ്റ് ദാറ്റ് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഡോസേജ് ഉണ്ട് മെഡിക്കലി പ്രിസ്ക്രൈബ്ഡ്. ആ ഡോസേജിൽ ലിമിറ്റേഷൻ ഉണ്ട് റിസൾട്ടിൽ, ബട്ട് റിസൾട്ട്സ് വിൽ ബി ഒരു വലിയ കൂടുതൽ അല്ലെങ്കിൽ സേഫാണ്. മെനി എ ടൈംസ് ദേ ഗോ ഓവർബോർഡ്. ഇതിനെ കുറേ കോക്ടെയിൽസ് ആയിട്ട് മിക്സ് ചെയ്യും, വിച്ച് ഐ പേഴ്സണലി ഡോണ്ട് അപ്രൂവ് ഓഫ്. എന്താണെന്ന് വെച്ചാൽ എന്ത് മരുന്ന് നമ്മുടെ ബോഡിയിൽ കോക്ടെയിലായിട്ട് വരുമ്പോൾ ദർ ഇസ് എ പൊട്ടൻഷ്യൽ അലർജിക് റിയാക്ഷൻ സാധ്യതകളുണ്ട്. ദ മോർ പ്യൂറർ ദ ലെസ്സർ ദ ചാൻസ് ഓഫ് എനി അലർജീസ്. അപ്പോൾ ഈ ഗ്ലൂട്ടത്തിൻ്റെ കൂടെ ബി കോംപ്ലെക്സ്, അത് ഇത് കുറേ കാര്യങ്ങൾ, ആ വിറ്റാമിൻ, ഈ വിറ്റാമിൻ, സിങ്ക്, മാഗ്നീഷ്യം, ഇതൊക്കെ കൂടി കയറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ സേഫ് ഇറ്റ് ഇസ് ടു ഡു ഇൻ എ ക്ലിനിക്. മൈ ക്ലിനിക് അറ്റ്ലീസ്റ്റ് ഐ ഡോണ്ട് ഡു ഓൾ ദീസ് കോക്ടെയിൽസ്. ഐ കൻ ടെൽ യു സോ മച്ച്. ബിക്കോസ് ഒരു പർട്ടിക്കുലർ എമർജൻസി വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദർ ഇസ് ഓൾവേസ് ലിമിറ്റേഷൻ ഇൻ എ ക്ലിനിക്, നോട്ട് ലൈക്ക് എ ഹോസ്പിറ്റൽ. സോ ഐ ഓൾവേസ് സേ ഐ ഗിവ് പ്യുവർ ഗ്ലൂട്ടത്തിയോൺ. ദിസ് ഇസ് വാട്ട് ഐ ബി ആഡിങ്. അതിൻ്റെ കൂടെ വൈറ്റമിൻ സി ആഡ് ചെയ്യുന്നുണ്ടാവും, സംതിങ് ലൈക്ക് ദാറ്റ്. നോർമൽ സെലൈനിൽ നമ്മൾ കൊടുക്കണം. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മേലെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ സോറി, യു ക്യാൻ ഗോ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. ഐ വോണ്ട്, ബിക്കോസ് സേഫ്റ്റി ഈസ് ദ നമ്പർ 1 ക്രൈറ്റീരിയ. റിസൾട്ട് ഇസ് ആഫ്റ്റർ സേഫ്റ്റി. അല്ലാതെ റിസൾട്ടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് ശരിയല്ല. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച്. എത്ര നാൾ ഇതിലാ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ? ഞാൻ കണ്ടക്ടിനെ ഗ്ലൂട്ടസി എടുത്ത ആൾക്കാരുടെ റിസൾട്ട്സ് മോർ ഓർ ലെസ്, ഇപ്പം ലെറ്റ്സ് സേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൂട്ടസി ചെയ്ത് നമുക്ക് എഫക്റ്റിൽ ഒരു 100% നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചോളൂ. ഒരു 1 or 2 months കഴിയുമ്പോൾ അതൊരു 80 ആവും. പിന്നെ ഒരു 70 അത് മോർ ഓർ ലെസ് സ്റ്റാഗ്നൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, വലിയ കുഴപ്പമില്ലെങ്കിൽ. അൺലെസ് ദ പേഴ്സൺ ഗോസ് ഔട്ട് പ്രിഡോമിനൻ്റ്ലി ഇൻ ദ സൺ ആണ്, സ്ട്രെസ്ഡ് ഔട്ട് ആണ്,
എന്തെങ്കിലും അസുഖം വരാം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെയും ഡള്ളാവുള്ളൂ. അതല്ലെങ്കിൽ വൺസ് യു അച്ചീവ് എ പെർട്ടിക്കുലർ റിസൾട്ട്സ് ഇറ്റ് നെവർ റിയലി ഗോസ് ഡൗൺ ആക്ച്വലി. ബിക്കോസ് എഗെയിൻ ഇതൊരു ഓവർനൈറ്റ് റിസൾട്ട് അല്ല. പലപ്പോഴും ഈ ഓവർനൈറ്റ് റിസൾട്ട്സ്, അല്ലെങ്കിൽ ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ലിറ്ററലി ഓവർനൈറ്റ്, ഫാസ്റ്റർ റിസൾട്ട് തന്നെ പ്രോഡക്ട്സ് ആണ്. പെട്ടെന്ന് ഫാസ്റ്റ് ആവണു, പെട്ടെന്ന് ഡള്ളാവണു. ബിക്കോസ് അതിൻ്റെ എഫക്റ്റ് മുമ്പ് ഡള്ളായി, എഫക്റ്റ് കാണുകൊണ്ട് കൂടി വന്നു. സ്ലോ റിസൾട്ട്, ഇപ്പം നമ്മൾ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയുക 3 months വെയിറ്റ്, ബിക്കോസ് ഈ കൊളാജൻ എലാസ്റ്റിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരാൻ സമയമെടുക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഡു ആൻഡ് ഇമീഡിയറ്റ്ലി ഫേസ് ഇസ് ലിഫ്റ്റഡ്. സ്ലോ റിസൾട്ട്സ് ആർ ഓൾവേസ് സസ്റ്റെയിൻഡ് ലോങ്ങർ. സോ മോർ ഓർ ലെസ് ഇഫ് യു ഗെറ്റ് എ റിസൾട്ട്, it will be sustained. It's never going to go back to what you were. But it will never be as much it was after the treatment also. Somewhere in between it will be maintained. ഇതില് ഒരു പോയിന്റിൽ അത് തിരിച്ചു വരും എന്ന് പറഞ്ഞില്ലേ? അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം ആവില്ലേ? അപ്പോൾ വീണ്ടും കോൺഫിഡൻസ് ലൂസായി വീണ്ടും ചെയ്യാൻ തോന്നുന്നു. കാര്യം നമ്മളൊരു ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോയിൽ വരുമ്പോൾ വീണ്ടും അതേ ഹൈയിൽ You are പോകാനുള്ളത്. absolutely right. That is the funny thing actually. Dermatology specialty right now is the most sought out of specialty. Simply because of the fact that I sometimes joke to my patients. Also, വളരെ പരിചയമുള്ള ഒരു പേഷ്യൻസ്, നമുക്ക് കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള, ദേ നോ മീ ഈവൻ ബിഫോർ ഐ വാസ് എ ഡോക്ടർ കൈൻഡ് ഓഫ്. പിന്നെ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ. അപ്പോൾ അവർ പറയും, ഡോക്ടർ ഈ സാധനം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെല്ലാം ശരിയായി പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് കടടച്ച് പോകേണ്ടി വരില്ലേ? ജോലിയേ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ശരിയായി ചികിത്സ, എല്ലാവരും ഭേദമായി, പിന്നെ ഒരിക്കലും അസുഖം വരില്ല തിരിച്ച്. യുനോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, യുനോ. സോ ഡെർമറ്റോളജിയുടെ സ്പെഷ്യാലിറ്റിയിൽ തന്നെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ദേ സേ ദാറ്റ് it is a lifelong treatment most of the time. First and foremost, എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺസ് ടു എക്സ്ട്രീംലി സെനൈൽ എന്ന് വെച്ചാൽ വെരി ഓൾഡ് പേഷ്യൻസ് വരെ ഡെർമറ്റോളജി പ്രശ്നത്തിന് എന്നെ കാണാൻ വരും. 5 വയസ്സിലെ കുട്ടി, 12, 22, 50, 70. ഓക്കെ, വി ആർ ഓൾ ആർ പേഷ്യൻസ്. സോ യുവർ പ്രൊഫൈൽ ഇസ് വെരി ഹ്യൂജ് ആക്ച്വലി, പൊട്ടൻഷ്യൽ. സെക്കൻഡ് തിങ്, എവറിത്തിങ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ഏജിങ് ഈസ് ഇന്നെവിറ്റബിൾ. വി കെൻ നെവർ സ്റ്റോപ്പ് ദാറ്റ്. അപ്പോൾ നോ മാറ്റർ വാട്ട് വി ഹാവ് സ്പെൻഡ്, ഹൗ മച്ച് വി ഹാവ് സ്പെൻഡ്, over the years, whatever you have done starts becoming less effective. Whether it's hair transplant or whether it is facial rejuvenation or facelift or liposuction or whatever it may be, skin treatment aanengilum, it doesn't stay forever because nothing in our body is permanent. Forget the skin. Nothing in our body is permanent. Nothing in life is permanent എന്നാണ് പറയുന്നത്, correct actually, you know. So that way, whatever results we get eventually has to be maintained. So they come back to you. ഇപ്പോൾ ഈ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറഞ്ഞ മരുന്നിന് ഐ ഫസ്റ്റ് ടൈം വെൻ ഫോർ ട്രെയിനിങ് ഇൻ US, ഈ ക്ലാസ് എടുത്ത് അവിടെ ഒരു വണ്ടർ ഡ്രഗ് പോലെയാണ്. ഏറ്റവും കൂടുതൽ സെല് ചെയ്യണതാണ് US ബോട്ടുലിനം ടോക്സിൻ, ബോട്ടോക്സ്. ആ ബ്രാൻഡാണ് മോസ്റ്റ് ഫേമസ് ഇൻ ദാറ്റ്. സോ ഐ ആസ്ക് മൈ സർ ആക്ച്വലി, സർ വാട്ട് ഇസ് ദ സൈഡ് എഫക്ട്? ഫസ്റ്റ് ചോദ്യം അതാണ്, നമ്മളിത് ചെയ്തിട്ട് വല്ല സൈഡ് എഫക്ട്? ഹി ടോൾഡ് മീ ഓൺലി വൺ സൈഡ് എഫക്ട്, ഇറ്റ്സ് അഡിക്റ്റീവ് ആക്ച്വലി. ദാറ്റ് ഇസ് ദ which is good for us in a way if I'm looking from the commercial point of view, but actually that is the truth. Because ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പണ്ടത്തെ പോയി വരുമ്പോൾ പേഷ്യൻ്റ് എങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും അത് ചെയ്യാനായിട്ട്. This is exactly as an ethical doctor I always tell, when you start something, be prepared to actually do it forever. So don't start it. ഞാൻ ഇതിന് മുമ്പ് ആ റെറ്റിനോളുടെ കാര്യം പറഞ്ഞ പോലെ ആക്ച്വലി വേർ if you're starting to use it, you will have to use it forever. Only then you can sustain the result. Or wait till you're mentally prepared to start that. Others don't start it actually. അങ്ങനെ തന്നെയാണ് ഈ ഗ്ലൂട്ടത്തിയൻ ആണെങ്കിലും എനി സ്കിൻ കെയർ റെജീം ഫോർ ദാറ്റ് മാറ്റർ. ഐ മീൻ എനി പ്രൊസീജിയറൽ റെജീം എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ പലപ്പോഴും പലരും ഒക്കെ ചെയ്യുന്നുണ്ട്. വി ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇറ്റ്സ് റിയലി റോങ് ആക്ച്വലി. ഇപ്പം ഞാൻ US-ലായിരുന്നപ്പോൾ ദ ബിഗ്ഗസ്റ്റ് എത്തിക്കൽ ക്വസ്റ്റ്യൻ വാസ്, ഞാൻ കാലിഫോർണിയ സ്റ്റേറ്റിലാണ് പ്രാക്ടീസ്. ഐ വാസ് ഇൻ ലോസ് ഏഞ്ചൽസ്. ലോ വാസ് അവിടെ ഓരോ സ്റ്റേറ്റിനും ഓരോ ലോസ് പോലെയാണല്ലോ ആക്ച്വലി. സോ കാലിഫോർണിയ സ്റ്റേറ്റിൽ ബൊട്ടോക്സ് കുഡ് നോട്ട് ബി ഗിവൺ ബിലോ ദ ഏജ് ഓഫ് 18 by legally. But there was so much pressure. Means indirectly there were doctors doing it, but entering it in different ways that it's not showing it's them. And then there's so much demand. And it's not like it's going to do any harm technically. But 18-year-old എന്തിനാ ബൊട്ടോക്സ് കൊടുക്കണം? അവർക്ക് എന്ത് റിങ്കിൾസ് ഉള്ള ആക്ച്വലി. So it's more of a social pressure that my friend did, so I want to do. Rather than the real need of it actually. അങ്ങനെ ഒരു ethical issues ഉണ്ട്. Now I also practice in Dubai actually. Dubai, there's a lot of people who start skincare regime from the age of 11, 12. They come saying that I have my own skincare regime എന്ന് പറഞ്ഞു വരും. Okay. Then you tell you 12-year-old, I mean, what is this skincare regime for 12-year-old? അപ്പോൾ അവർക്ക് ഓൾറെഡി ഉണ്ട്. They have started certain things. Then you have to tell them, listen, you don't have to do all this. You can apply a moisturizer, നല്ല സൺസ്ക്രീനും പറ്റാം, കൊച്ചുകുട്ടികൾ എന്നുള്ള രീതിയിൽ ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഇത് സ്കിൻ കെയർ റെജീം തന്നെയാണ്, ബട്ട് ഡോണ്ട് ഓവർ ഡു. ഇനി വേണമെങ്കിൽ ഒരു ക്ലെൻസർ വെച്ച് മുഖം കഴുകിക്കോളൂ, അതും മതി.
ബട്ട് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടാണ് വരുന്നത്. വേർ യങ്സ്റ്റേഴ്സ് ഹു ആർ നോട്ട് ഈവൻ ഇതിന് നെസസറി അല്ലാത്ത ആൾക്കാർ വരെ ഇത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാണ് എവിടെയോ കണ്ടിട്ട്. ഐ മീൻ മോർ ദൻ ദ ഐ വി ഡ്രിപ്പ്, ഗ്ലൂട്ടത്തിയം പോലത്തെ ഐ വി ഡ്രിപ്പ് ഒരു ഹോസ്പിറ്റലിൽ പോവാതെ നടക്കില്ല എന്ന് വെക്കാം. മറ്റു കാര്യങ്ങളൊക്കെ അവർ സ്വയം തന്നെ സ്റ്റാർട്ട് ചെയ്യണം, വിച്ച് ഇസ് ആക്ച്വലി നോട്ട് നെസസറി. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഇത് നിർത്തുകയാണെങ്കിൽ സംടൈംസ് ഇഫ് നോട്ട് ദേ ഹവ് നോട്ട് ഡൺ ഇറ്റ് ദ റൈറ്റ് വേ, റീബോണ്ട് ആയിട്ട് നെഗറ്റീവ് രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും അവരുടെ സ്കിന്നിനെ. സോ ദിൽ എൻഡ് അപ്പ് വിത്ത് മോർ കോംപ്ലിക്കേഷൻ ദാൻ ദ ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി പ്രശ്നം ഉണ്ടായില്ല, ഇല്ലാത്ത പ്രശ്നം വേറെ കയറി പരട്ടി അവസാനം നിർത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് വേഴ്സ്. സോ ദിസ് ഈസ് സംതിങ് ആസ് എ ഡോക്ടർ we should always advise to the patients. At least I am very clear and very strict about it. എന്താണെന്ന് വെച്ചാൽ as I told you, that has been a principle right from the start, to tell no when is required to tell no actually. Sometimes അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ബീൻ ഹാവിങ് ഈ pigmentation over the face and neck actually. This is because she's been applying a certain kind of ഒരു ക്രീം വിച്ച് ഇസ് ആക്ച്വലി നോട്ട് വെരി ഹെൽത്തി. അത് ശരിക്കും വൈറ്റനിങ്ങിന് വേണ്ടിയുള്ളതല്ല, ഒരു പ്രശ്നത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാണ്. എന്നുവെച്ചാൽ കരിമംഗലം പോലത്തെ ഒരു അസുഖത്തിന് ട്രിപ്പിൾ കോമ്പിനേഷൻ എന്ന് പറയും, സ്റ്റെറോയിഡും ചില ഹൈഡ്രോക്വിനൊക്കെ ഉള്ളത്. അപ്പോൾ ഷീ കെയിം ടു മീ വിത്ത് എ മദർ ആൻഡ് ഐ ടോൾഡ്, ഇത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്രീംസ് ഓവർ അപ്ലൈ ചെയ്യണതുകൊണ്ടാണ്. യു ഷുഡ് അപ്ലൈ, ഇത് ഫെയർനെസ് ക്രീം അല്ല, ഇതൊരു മെഡിക്കേഷനല്ല. അതിൻ്റെ മേലെ ക്ലീനായിട്ട് എഴുതിയിട്ടുണ്ട് ഓൺലി ടു ബി പ്രിസ്ക്രൈബ് ബൈ എ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് യു ആർ യൂസിങ് ഇറ്റ് ആരോ പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് സ്വയം ഉപയോഗിക്കുകയാണ്. സോ ഇത് ഉപയോഗിച്ച കാരണം ഈ പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഷീ സെഡ് അതെനിക്ക് നിർത്താൻ പറ്റില്ല ഡോക്ടർ, ബിക്കോസ് അത് നിർത്തുമ്പോൾ ഐ സ്റ്റാർട്ട് ബിക്കമിങ് ഡാർക്ക്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം, നമ്മൾ പുലിവാല് പിടിച്ചതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ലീവ് ചെയ്യാൻ പറ്റില്ല. അവസാനം നിങ്ങളെ ഇനി പണ്ടത്തെ നോർമൽ രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇറ്റ്സ് എ ഹെർക്യൂലിയൻ ടാസ്ക്. ഞാൻ ഒരു 5-6 മാസം ചികിത്സിച്ചാലേ നിങ്ങൾക്ക് നോർമലാക്കി വരാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ മൊമെന്റ് യു സ്റ്റോപ്പ് ഇറ്റ്, you will go in a very negative bad impact, your pigmentation, and you will blame me saying that end treatment start ചെയ്തത് worse ആയിന്ന്. So I have to let you know it is going to get worse first, and only from that worse can I actually improve you back to what you are. And she was going on arguing that no പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഡോക്ടർ എന്താണ് പറയുന്നത്, യുനോ ഇത് പലപ്പോഴും ഈ കുട്ടിക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അത് പറ്റിയിട്ടുണ്ടാവുക. And then she got up and she said, okay doctor, എനിക്ക് ട്രീറ്റ്മെന്റ് പറ്റില്ല എന്ന് തോന്നുന്നു ഡോക്ടർ, I can't get used to it, not really liking your opinion എന്ന് പറഞ്ഞിട്ട് she just got up and went. A 16-year-old girl actually. അല്ല, ഇതിന് കാരണം മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അറിയാനുള്ള പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് ആ പ്രൊമോട്ടിങ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ് സെയിങ് ഇത് തേച്ചാൽ നിങ്ങൾ വിളിക്കും, അതിനെ കണ്ടിട്ടല്ലേ ഇവരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നത് ആക്ച്വലി. Exactly. അത് കാരണം അറ്റ്ലീസ്റ്റ് റൈറ്റ് നൗ ഇൻ ദുബായ്, അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് 2-3 months back they have got a strict law saying that okay, first of all, influencers pay tax, it's like any other profession. Second thing, they have a license which they have to, license എടുത്താലേ പറ്റുള്ളൂ. Third, they have to display the qualification, whatever എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് are you eligible to actually do it. ഈ സ്ട്രിക്ട് ലോ ഇന്ത്യയിലും കൊണ്ടുവരണം. ആക്ച്വലി വി ഹാവ് ആക്ച്വലി ലോട്ട് ഓഫ് ലോസ് സെയിങ് ദാറ്റ് ദിസ് ഷുഡ് ബി ഡൺ എന്നൊക്കെ പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ആർട്ടിക്കിളൊക്കെ കണ്ടു ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു കം ഇൻ ടു റൂൾ ഇൻ ടു എഫക്റ്റ് എന്ന്. പക്ഷെ ഇതുവരെ ഒരു എഫക്റ്റിലും വന്നിട്ടില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ വാട്ട് എവർ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് യു ആർ ഡൂയിങ്, it is for the social benefit of people, and a lot of people are actually going to blindly believe you actually. Appo you have to be responsible in whatever content you bring out, or you should also be able to take the repercussions if something goes wrong. So adinte ഒരു നിയമം നമ്മൾ ഇന്ത്യയിലും കൊണ്ടുവരണം, where if you are influencing on certain products, it should be very clear on what is the target, what are the plus, what are the minus. If not, at least disclaimer പോലെ എഴുതി വെക്കണം, saying that whatever said and done, please do it under the guidance of a medical practitioner. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ആക്ച്വലി ഫണ്ട് ചെയ്യുന്നത് ഇതുപോലെ ഫാർമ കമ്പനീസ് ഈ പ്രോഡക്റ്റ് അവർക്ക് ഡയറക്റ്റ് കൊടുത്ത്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്ക് എത്ര വരുന്നത്, എനിക്ക് എല്ലാ ആഴ്ചയിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐം നോട്ട് എ ബിഗ്, ഐ ഗോട്ട് ലൈക്ക് 49K or something followers, which is relatively not that great. I mean ഇവിടെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ, ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് എനിക്ക് ഓരോ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് കൊളാബ് എന്ന് ചോദിച്ചിട്ട് ഐ ഗെറ്റ് എന്താ പറയുക പ്രപ്പോസൽസ്. I don't want to name, but കേരളത്തിൽ 2-3 ആയുർവേദ കമ്പനീസ് ആർ അപ്രോച്ച് മീ, വെരി ബിഗ് ആയുർവേദ, ദ ടോപ്പ് ആയുർവേദ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആക്ച്വലി. ദർ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാൻ പറ്റുമോ ചോദിച്ചുകൊണ്ട്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഫോർ എ മൊമെന്റ്, മേ ബി മേ നോട്ട് ബി എന്നുള്ള രീതിയിൽ. ദെൻ ഐ തോട്ട്, സി ലിസൺ, ഐ ആം an allopathic doctor. What is my knowledge about Ayurvedic products? See, if I'm going to say some product is good, actually, how do I know it's good? I am just believing what they're saying. അത് ശരിയല്ലല്ലോ. ഇത്ര നാൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു എത്തിക്സ്, ഒരു മൊറലും, just because somebody is going to pay you,
you shouldn't compromise. I said no. In fact, some time back, I had famous companies like Gillette also approach me, actually, for a particular product of theirs, or a particular razor or shaving in കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, which again I declined because I felt it doesn't go hand in glove with my profession, actually, because I'm a doctor. There is some ethical level values which I have to keep. I can't actually go on promoting certain brands. So it may be good, maybe bad, but I shouldn't be doing it, actually. ആൻഡ് ഞാൻ ഒരു വളരെ ഫേമസ് കമ്പനിയുടെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനീസ് ഫാർമ കമ്പനി ഇന്ത്യയിലെ കമ്പനിയിൽ ഐ എം വൺ ഓഫ് ദ അഡ്വൈസേഴ്സ്, കീ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ദേ ആസ്ക് യു, ഇസ് ദിസ് ഗുഡ്, ഇസ് ഇറ്റ് വയബിൾ, വാട്ട് യു തിങ്ക് വി ഷുഡ് ഇൻകോർപ്പറേറ്റ് ഇൻ ടു ദാറ്റ്, എന്തൊക്കെ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ഓൾ ദീസ്, ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ പാനൽ. സോ ദേ ഹാവ് ലോഡ് ഓഫ് അവരുടെ ഇന്ത്യയിൽ ബോളിവുഡിലെ ടോപ്പ് ആക്ട്രസസ് ആണ് അവരുടെ ആക്ച്വലി ബ്രാൻഡ് അംബാസിഡേഴ്സ്. But then I do have access to the account, actually. That time I did have, actually. So every day I used to get at least around 10 Instagram messages saying that, please send us complimentary products. We will advertise online, actually. അപ്പോൾ അവർ ഒരു 5,000-6,000 രൂപയുടെ ഒരു കിറ്റാണ്, ഒരു മോയ്സ്ചറൈസർ, ക്ലെൻസർ, ടോണർ, നൈറ്റ് ക്രീം, സൺസ്ക്രീൻ, ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് they are saying, please send it. I like a collab. If they are a budding influencer, let's say ഒരു 20K ഉള്ളൂ, വലിയ ഫോളോവേഴ്സ് അല്ലെങ്കിൽ, they are ready to do it free. Only thing they are looking at is this free kitty of products. But രാവിലെ ടുഡേ മോർണിംഗ് ഐ വോക്ക് അപ്പ്, അപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നു, എന്നിട്ട് മോൻ കഴുകുന്നു, സൺസ്ക്രീൻ പറ്റണു, മോയ്സ്ചറൈസർ നൈറ്റ് ഇടുന്നു, നല്ലൊരു ഫിൽറ്ററൊക്കെ ഇട്ടുള്ള നല്ലൊരു ഫോട്ടോ ഇടുന്നു. വി നോ ഇറ്റ്സ് ഫേക്ക് ആൻഡ് പീപ്പിൾ ഫോൾ ഫോർ ദാറ്റ്. ആൻഡ് ഇഫ് യു ആർ ലിറ്റിൽ മോർ ഫേമസ്, വി ഹാവ് ടു പേ ദം ടു ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ us. So it is both ways. Many people are ready to do it free of cost only for the product, and some people you have to pay if they're famous to promote it. മേജറായിട്ട് തോന്നിയ ഒരു ഡിഫറൻസ് നമ്മുടെ ഇന്ത്യയും ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ടെക്നോളജി വൈസ് എന്തായിരുന്നു കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്? First and foremost, the most important thing, I'll start from the negative to the positive, അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഞാൻ 2013-14 ഒരു കോൺഫറൻസിൽ പോയിട്ട് സ്പീക്കർ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അവർ സ്പീക്കർ ഫ്രം ഇന്ത്യ, എസ്തറ്റിക്സ്, കൈൻഡ് ഓഫ് ഡസൻ മേക്ക് സെൻസ് എന്നുള്ള രീതിയിലാണ് അറ്റ്ലീസ്റ്റ് ദ ബോഡി ലാംഗ്വേജ്. ഈവൻ ഓഫ് ദേ ഡിഡ്ന്റ് സേ ഓക്കെ, നമ്മളിപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ റേസിസം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഇറ്റ് ഓൾവേസ് കംസ് അപ്പ്. ലെറ്റ്സ് അക്സെപ്റ്റ് ദ ഫാക്ട് ഇൻ എ സട്ടിൽ വേ. ഐ വിൽ നോട്ട് കോൾ ഇറ്റ് റേസിസം, but they like to believe that they are probably superior. I don't know how we can call it, actually. It's like saying നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നമ്മളിപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് who was doing very well, one fine day he starts doing better than us, നമ്മൾ വിചാരിക്കും, ഓ അവൻ വേറെ ലെവലായി. in a way we don't like it, not in a bad way, but probably I would have preferred he is little less than us, എന്ന് പറഞ്ഞ പോലെ. സെയിം രീതിയിൽ they couldn't accept the fact that somebody from India is on the podium or he is doing something great, actually. So this I had to face. The good part about me is, since I was educated, Western educated and all that, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. I had a reasonable personality to handle myself in front of the entire crowd. So it was never like somebody from India who cannot handle. I could grab the attention of the crowd. അപ്പോൾ അത് കാരണം കൊണ്ട് I started becoming more and more popular. The first thing was they are skeptic initially about Indian aesthetics, okay? Second thing, anything right now also, even in 2026, I can say, when something is launched for the first time, it is still not launched in India, which is something which I'm trying to, change. ഞാൻ ഒറ്റയ്ക്കെന്നല്ല, വേറെയും ഡോക്ടേഴ്സ് ഉണ്ട്, but something I'm very vocal about. I tell pharma companies also, I will not talk for you unless you give me the same importance as you're going to give a doctor from UK or US. എന്താണെന്ന് വെച്ചപ്പോൾ UK ഒരു ഡോക്ടർക്ക് ആദ്യം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും, they will be giving him a laser free. ഇത് വെച്ച് നിങ്ങൾ 2 വർഷം വർക്ക് ചെയ്യൂ, എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ റിസൾട്ട് തരൂ, അതിൻ്റെ മെഷീൻ നിങ്ങൾ തന്നെ വെച്ചോളൂ. ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇന്ത്യയിൽ പോവുക, നിങ്ങൾക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തരാം, 5 ദിവസത്തെ റെന്യൂമറേഷൻ എലോങ് വിത്ത് ദിസ്. നമ്മുടെ ഇന്ത്യക്കാർ ഇത് 2 വർഷം കഴിഞ്ഞ് ഈ മെഷീൻ മേടിക്കണ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സോർബിറ്റന്റ് റേറ്റ്, ഈ യൂറോ US ഡോളറിൻ്റെ കൺവേർഷൻ കൊടുത്ത് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് ദേ ബിഹേവ് ലൈക്ക് ദാറ്റ് ഗേ പറയുന്ന റൂൾ മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അവൻ്റെ പ്രോട്ടോകോൾ എല്ലാം വെസ്റ്റേൺ സ്കിന്നിലായിരിക്കും. അത് മുഴുവൻ നമ്മൾ ഇന്ത്യനിലെ സ്കിന്ന് ആൾ അവിടെ നിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരും, വെൻ ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ സ്കിൻ. ആൻഡ് നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് നമ്മൾ ഇവിടുന്ന് ഒരു കോൺഫറൻസ് പ്രസന്റ് ചെയ്യാൻ തോന്നണമെങ്കിൽ ദേ വിൽ ബുക്ക് അസ് എൻ എക്കോണമി ക്ലാസ് ടിക്കറ്റ്, ഓക്കെ. ആൻഡ് പ്രത്യേകിച്ച് റിന്യൂമറേഷൻ എൻ്റെ ഓൾ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം സ്പെൻഡ് ചെയ്യണതിന് സംതിങ് വെരി നിഗ്ലിജിബിൾ. എന്നിട്ട് എന്തെങ്കിലും എത്തിക്സ് പറയും, ഞങ്ങളുടെ എത്തിക്കലി നമ്മളെ എത്തിക്സ് കൊണ്ട് നമ്മളെ ദേ ട്രൈ ടു കോൺകർ.
ഡോക്ടർമാരല്ലേ, ഇറ്റ് ഇസ് എൻ അക്കാഡമിക് ഇവന്റ്, അതിനോട് ഞങ്ങൾ അത്രയും സ്പോൺസർഷിപ്പ് ഇല്ല, ആൻഡ് യു ആർ ഓൾസോ മെയ്ഡ് ടു ഫീൽ അക്കാഡമിക് അല്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ബട്ട് ദിസ് നോട്ട് ദ സെയിം തിങ് വിത്ത് ദം. അപ്പോൾ എല്ലാ ടെക്നോളജി ഇവിടെ വരുന്ന ആക്ച്വലി അവർ യൂസ്ഡ് ആൻഡ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഒക്കെ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവിടെ എല്ലാം വിറ്റതിന് ശേഷമാണ് ഇവിടെ വരാം ആക്ച്വലി. സോ വി ആർ സ്റ്റിൽ, ഈവൻ ദോ വി ഹാവ് എ ഗുഡ് മാർക്കറ്റ്, still the latest doesn't come on the, at least not immediately, not like an Apple phone which comes in US and India almost simultaneously. Here it takes time actually. പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ റേറ്റ്സ് ആർ ലിറ്റിൽ ഡിഫറെൻറ്റ്. വെസ്റ്റേണേഴ്സിന് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആർ ദർ. യു ക്യാൻ ലീസ് ഔട്ട് എ മെഷീൻ. അപ്പോൾ ദ കമ്പനി സേസ് ഓക്കെ വി വിൽ ഗിവ് യു ലൈക്ക് ഒരു 1 year സോ മച്ച് ദ കോസ്റ്റ്. ആഫ്റ്റർ 1 year വി ഐദർ ടേക്ക് ബാക്ക് ഓർ ഗിവ് യു എ ബെറ്റർ മോഡൽ, ഓക്കെ, ഓർ വി ഇംപ്രൂവ് ഇറ്റ് ബൈ വാട്ട് എവർ. ഇത് ഹി ഹാസ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് മെഷീൻസ് എവറി ടൈം. വെൽ ഇന്ത്യക്കാർ നമ്മൾ ലെറ്റ്സ് സേ വി പേ $85,000 ഫോർ എ ലേസർ. ഇത് 5 വർഷം എടുക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് യൂൺ ആയി പൈസ കിട്ടുള്ളൂ, ലോണൊക്കെ അടഞ്ഞ് തീരുള്ളൂ ആക്ച്വലി. അപ്പോഴേക്ക് ഈ മോഡൽ ഔട്ട്ഡേറ്റഡ് ആയി. പിന്നെ നമ്മൾ അടുത്ത മെഷീൻ മേടിക്കും, പിന്നത്തെ 5 വർഷം അതിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി പോകും. ആക്ച്വലി എക്സാക്ട്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ടൈം വന്നില്ല. എന്താ വെച്ചാൽ 5 വർഷം കഴിയുമ്പോഴേക്ക് ഈ മോഡൽ ഔട്ട്ഡേറ്റഡ് ആയി ബേസിക്കലി ആക്ച്വലി. സോ വി ഡോണ്ട് ഹാവ് ദ ഓപ്ഷൻ വെയർ വി ക്യാൻ ലീസ് ഇറ്റ് ഔട്ട്, വെയർ വി ആർ പേയിങ് ലെറ്റ്സ് സേ $20,000 ഫോർ എ ഇയർ ലീസാണ്, ആൻഡ് നെക്സ്റ്റ് ഇയർ യു റീപ്ലേസ് ഇറ്റ് അനദർ ബെറ്റർ എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് എസ്തെറ്റിക്സ് അറ്റ്ലീസ്റ്റ് ഇല്ല. അത്ര എനിക്ക് പറയാം ആക്ച്വലി, യുനോ. സോ വി ആർ ഓൾവേസ് അണ്ടർ പ്രഷർ, സംവെയർ ട്രൈങ് ടു മേക്ക് മണി ആൻഡ് ഓൾസോ സംടൈംസ് ട്രൈങ് ടു മേക്ക് എൻ ഓൾഡ് ടെക്നോളജി വർക്ക്. At least this is what I've seen. I mean, at least right now I am in a stage of life where I can afford these things and latest ഉണ്ട്. But this now, ഇതിനു മുമ്പ് ഞാനും ഐ ഫേസ് ദ സെയിം പ്രോബ്ലം. ദിസ് ഇസ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഓൾ ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ. കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ഈ ഫാർമ കമ്പനികളിൽ അല്ല, ഈ ലേസർ കമ്പനികൾ എന്ന് പറയാം, ഡിവൈസസ്, എനർജി ബേസ്ഡ് ഡിവൈസസ്, ഈ സെയിം വെസ്റ്റേൺ പോളിസീസ് ഇവിടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് us here would be using the best of technologies, which is unfortunately not there. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അവഗണന ഈ ഒരു രീതിയിൽ കിട്ടുക? ലൈക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ, അതോ ഇവിടുത്തെ പ്രോഫിറ്റ് മേക്കിംഗ് അതിനെന്തെങ്കിലും ഇഷ്യൂ ആണോ? സ്പെസിഫിക് ആൻസർ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി എന്തുകൊണ്ടാണ്. ബിക്കോസ് ദേ ഫീൽ ദിസ് ഈസ് പ്രോബ്ലി എ ഫോറിൻ ലാൻഡ് ടു ദം, ദാറ്റ് ഈസ് ദെയർ ഓൺ ലാൻഡ് എന്നുള്ള ഒരു തോന്നലായിരിക്കാം. മെഷീൻ ഇസ് മാനുഫാക്ചർഡ് ഇൻ US or let's say France, Italy. So over there they feel ഞങ്ങൾക്ക് ഈ കോസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, ഞങ്ങളുടെ മെഷീനാണ്, ഞങ്ങളുടെ ആൾക്കാർക്ക് ഇങ്ങനെ മതി. വൈൽ യു ആർ ഗോയിങ് ടു എ തേർഡ് കൺട്രി, യു ഫീൽ ലൈക്ക് this is a new country where we need to make money out of it. So we'll sell it at a particular rate, or we will not give certain discounts beyond a point ആയിരിക്കാം. Second thing, if you think why we are discriminated to some extent, to a very large extent, നമ്മളിപ്പോൾ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചാൽ entirely the Western world believes that they are superior to the rest actually, not just in this alone. നമ്മുടെ ജയശങ്കർ സാറിൻ്റെ കുറേ ടോക്സ് കേട്ടാൽ തന്നെ നമുക്കറിയാം, the way they think, somehow they feel the world's problem is not their problem, but while their problem is the world's problem എന്ന് പറഞ്ഞ പോലത്തെ ഒരു തോട്ടാണ് അവർക്കുള്ളത് ആക്ച്വലി. ദിസ് ഇസ് വെരി ട്രൂ ആക്ച്വലി ഇൻ എവറി ആസ്പെക്ട് ആക്ച്വലി, സോ ഈവൻ ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ലെറ്റ്സ് സേ ഇപ്പം നമ്മുടെ ഈ ഫെയർനെസ് എന്നാണെന്ന് വെച്ചാലും ബ്യൂട്ടിഫിക്കേഷൻ ആണെങ്കിലും, ഐ തിങ്ക് ഇപ്പം നമ്മൾ ഒരു 17th century 18th century നമ്മുടെ ആൾക്കാരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മൾ കരുതാറുള്ളത് അല്ലേ. ഈ വെസ്റ്റേൺ വേൾഡ് വന്ന പിന്നെയാണ് ദേ മെയ്ഡ് us ഫീൽ ലൈക്ക് ഇഫ് യു ഡോണ്ട് ലുക്ക് ലൈക്ക് ദിസ് യു ഡോണ്ട് ലുക്ക് നൈസ്, ഇഫ് യു ആർ ഡാർക്ക് യു ഡോണ്ട് ലുക്ക് നൈസ്, മെനി തിങ്സ് അല്ലേ. ഇങ്ങനെ ഡ്രസ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് കൾച്ചേർഡ് ഓർ യു ആർ നോട്ട് സിവിലൈസ്ഡ് അല്ലേ. ഇതൊക്കെയും പല കാര്യങ്ങളും വി ഹാഡ് ദ ബെസ്റ്റ് ഓഫ് ഹൈജീൻസ്. നമ്മൾ ഇന്ത്യൻസ് എസ്പെഷ്യലി മലയാളീസ് the best hygiene. ഇപ്പോൾ ഫ്രാൻസിലെ ആവറേജ് a person takes once in 4 days bath. That is the average actually. You're talking about a Malayali who takes twice, and they are preaching us about hygiene actually, body hygiene. So അങ്ങനെ അപ്പോൾ നമ്മളുടെ രീതികൾ നമ്മളുടെ ക്ലൈമാറ്റിക് ഇതിന് വേണ്ടിയിട്ടാണ്. So we changed to Western world because we believe that is like global standards. See, same രീതിയിൽ they feel they have the right of belonging. എസ്തറ്റിക്സ് ആണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എല്ലാത്തിലും ദേ ആർ സുപ്പീരിയർ എന്ന്. ബട്ട് ഇൻഫാക്ട് ഐ വോണ്ട് ടു സേ ദിസ് പോയിന്റ്, പേഴ്സണലി ഹാവിംഗ് ട്രാവൽഡ് ആൻഡ് ഗിവൺ മോർ ദൻ 254 lectures to date globally, I can say with confidence that Indian doctors are the best in the world. In that itself, South Indian doctors, I would say, a little more academically more oriented. And in them itself, even though I'm a Malayali and I may be a little biased, but I can say
മലയാളി ഡോക്ടേഴ്സ് ആർ ദ ബെസ്റ്റ്. ടു വെരി ലാർജ് എക്സ്റ്റെൻറ്റ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും കൂടിയാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ലോട്ട് ഓഫ് കോളേജസ് ആർ ദ ബാക്ക്ഡ് അപ്പ് വിത്ത് ഗുഡ് പ്രൊഫസേഴ്സ് ഹു ആക്ച്വലി ഡെഡിക്കേറ്റ് ദ ലൈഫ്. എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവർ ജോലി ചെയ്യുന്നത്. ഇറ്റ്സ് വെരി മിനിമൽ റിന്യൂമറേഷൻ ദേ ഗെറ്റ് ഫോർ ദ വർക്ക് ഓർ നോളേജ് ദാറ്റ് ദേ ഹാവ്, but they dedicate their entire life teaching people, and you have a very good system where we taught and come out. അത് കാരണം നമ്മളൊരു മലയാളി ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ പോയാലും, even though I'm in Dubai, I know, when you say you're a Malayali doctor, there is a bit of belief oriented with that. ഒരുവിധം മലയാളീസ് എല്ലാം മലയാളി ഡോക്ടർ അടുത്തേക്ക് എന്നെ പോവുള്ളൂ, അത് ലോകത്തിൽ എവിടെയാണെങ്കിലും. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഫെസിലിറ്റീസ് പലപ്പോഴും ഡോക്ടറിനെ പോലുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാനോ ഉള്ളൊരു ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്ത പല ഇഷ്യൂസ് പേഴ്സണലി കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാർമ കമ്പനീസ് അവർ കംപ്ലീറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് അവരുടെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലോട്ടും പൊതുവേ കാണാറുണ്ട്. സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ് അബൌട്ട് ഫെസിലിറ്റീസ്. ആക്ച്വലി ഫെസിലിറ്റീസ് ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ റിലേറ്റീവ്ലി കുറവാണ്. എഗെയിൻ ദാറ്റ് ഗീവ്സ് റൈസ് ടു ടു സിനാരിയോസ്. ആക്ച്വലി ഫെസിലിറ്റീസ് കുറവായതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മളുടെ ഡോക്ടേഴ്സ് ലിറ്റിൽ മോർ ബെറ്റർ ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ടെൽ യു വൈ. ബിക്കോസ് വെൻ ഐ എം വർക്കിംഗ് എറണാകുളം GH ഓർ ഇറ്റ് കളമശ്ശേരി ആൻഡ് ഇൻ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജസിലൊക്കെയാണ് ഇവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അണ്ടർ പ്രഷർ വിത്ത് ലിമിറ്റഡ് റിസോഴ്സ് you're supposed to give the best results. So there has been time when I can say when I'm doing a particular procedure and the light goes off and the chetan comes with the torch. Okay, torch അടിച്ച് നമ്മൾ we continue without panicking actually. അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രശ്നമൊന്നും വാട്ട് എവർ അവിടെ എന്ത് നടന്നാലും we continue with whatever is happening. The western world cannot imagine a power cut. അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ അവർക്കില്ല ആക്ച്വലി വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ള രീതിയിൽ. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറും റിസോഴ്സസും കുറവായതുകൊണ്ട് വി ആക്ച്വലി ഡീൽ വർക്ക് മോർ വർക്കിംഗ് അവേഴ്സും കൂടുതലിടുന്നു. വി ഗിവ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി ഓൾസോ. ആൻഡ് ഇപ്പോൾ 2-3 സൂച്ചറിങ് മെറ്റീരിയലുകൾ അതും ഇല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് അല്ലാത്തതാണെങ്കിലും വി ട്രൈ ടു ഡു എ സൂച്ചർ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ആസ് പെർഫെക്റ്റ് ആസ് പോസിബിൾ, ഈവൻ ദോ യു മേ നോട്ട് ബി യൂസിങ് ദ ആപ്റ്റ് സൂച്ചറിങ് മെറ്റീരിയൽ ഫോർ ദാറ്റ്. ആക്ച്വലി ഇതൊരു വെസ്റ്റേൺ വേൾഡിൽ ഇങ്ങനത്തെ ഒരു സിനാറിയോ വരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ മലയാളി ഡോക്ടർ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഡോക്ടർ ഒരു വെസ്റ്റേൺ വേൾഡിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം കിട്ടുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ ലക്ഷറി ഫോർ ഹിം. ദാറ്റ്സ് വേ ഐ ഫെൽറ്റ്. ഓക്കെ, വിത്ത് ദിസ് ലിമിറ്റഡ് ഐ കുഡ് പെർഫോം സോ മച്ച്. നൗ വിത്ത് ദ ബെസ്റ്റ് ഐ എം ഗോയിങ് ടു ബി ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ. സോ ദിസ് ദ അഡ്വാൻറ്റേജ് വി ഹാവ് വെൻ വി ആർ ട്രെയിൻഡ് ദിസ് വേ. ദ നെഗറ്റീവ് പോയിന്റ് ഇസ് ആക്ച്വലി വെൻ യു ആർ ടോക്കിംഗ് ഫ്രം ദ പേഷ്യൻ്റ് പോയിന്റ് ഓഫ് വ്യൂ. ബിയോണ്ട് ദ പോയിന്റ് നമുക്ക് എല്ലായിടത്തും ഒരു ഫെസിലിറ്റീസും ഡോക്ടേഴ്സൊക്കെ നല്ലത് ആണെങ്കിലും നമുക്ക് ആക്ച്വലി റിസോഴ്സസ് റിലേറ്റീവ്ലി കുറവാണ് ഫോർ ദ എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ വി ഹാവ്. ഗവൺമെന്റിന്റെ ഹെൽത്ത് സെക്ടറിനെ ഒരു പരിധിക്കപ്പുറം വളരാൻ സമ്മതിക്കാത്തത് ഈ ഫാർമ കമ്പനീസ് അല്ലെങ്കിൽ ഈ വലിയ ഹോസ്പിറ്റൽ ചെയിൻസ് ആണോ? സോ ദാറ്റ് പീപ്പിൾ ഗോ ടു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ എക്യുപ്മെന്റ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്. അല്ല, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതേപോലെ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ജിയോ കണക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് സിഗ്നൽ കിട്ടുന്നു. BSNL കണക്ഷൻ BSNLന്റെ പോസ്റ്റ് വഴി ജിയോ കൊടുക്കുമ്പോൾ എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല. ഐ ഹാവ് വണ്ടേർഡ് ഇത് എന്താണ് ഇതിൻ്റെ ലോജിക് എന്ന് ആക്ച്വലി സംടൈംസ് ആക്ച്വലി സോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദർ ആർ ബിഗ് പ്ലേയേഴ്സ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫാർമ പീപ്പിൾ ഫോം എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ എക്കോണമി. ഓക്കെ, ആൻഡ് എവറി എക്കോണമി ഗ്രോത്തിന് ഓരോ സെക്ടറിൻ്റെ അസിസ്റ്റൻസ് വേണ്ടി വരും. സോ മേ ബി ടു സം എക്സ്റ്റെൻറ്റ് ദേ ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് certain things are probably not going beyond a point so that others are benefit ആയിരിക്കാം. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അവിടെ പോണ്ടിച്ചേരിയിൽ ഇത്രയും അത്യാവശ്യം ടൂറിസ്റ്റ് സെൻ്ററാണെങ്കിൽ അവിടെ ഒരു എയർപോർട്ടില്ല. അവിടെ എപ്പോഴും പ്രോപ്പർ ട്രെയിൻ സർവീസ് ഇല്ല. അതിൻ്റെ തൊട്ടടുത്ത് ഇറങ്ങിയിട്ട് കാരക്കലോ അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകാൻ. ഞാൻ അന്ന് കേട്ട എന്താണെന്ന് വെച്ചാൽ ബസ് സർവീസ് ലോബി ഈസ് വെരി സ്ട്രോങ്. മറ്റ് കാര്യങ്ങൾ വന്നാൽ മറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബസ് സർവീസിൻ്റെ അത് ലിമിറ്റേഷൻ കുറയും, ബിസിനസ് പോവും. സോ ദേ വോണ്ട് ടു മെയിൻറ്റെയിൻ ദിസ് സച്ച് എ വേ ദാറ്റ് ബസ്സിൽ തന്നെ ആൾക്കാർ അങ്ങോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ടാക്സി പിടിച്ച് പോയിക്കോ, ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ ഫാർമ ഇൻഡസ്ട്രി മെഡിക്കൽ സെക്ടറിൽ അധികം ഇമ്പോർട്ടൻസ് പ്ലേ ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി ടു സം എക്സ്റ്റെൻറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ഇൻ എ ബ്രൈറ്റർ സൈഡ്. ബിക്കോസ് നമ്മുടെ ഇവിടെ മറ്റ് സെക്ടറിൽ നിന്ന് ഒരു ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഒരു വലിയൊരു വരുമാനം അവർക്ക് വരുന്നില്ല.
ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ. എന്താ വെച്ചാൽ ഗവൺമെൻറ് സെക്ടറിൽ കൊടുക്കണം മരുന്ന് തന്നെ വളരെ സബ്സിഡൈസ് റേറ്റ്സിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ടു നോ ദ പ്രസൻസ് ഇസ് ദർ. അതിൽ നിന്നൊരു വലിയ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് എ സെഗ്മെന്റ് ദേ ആർ റിയലി കോൺസെൻട്രേറ്റിംഗ് ഓൺ. But then if you look at the other segment, the corporate segment, yes, that is being actually funded a lot or pushed a lot. നമുക്ക് ഈ കോർപ്പറേറ്റ്സിന് കൊടുക്കുന്ന പ്രിവിലേജസ് ചിലപ്പോൾ ഒരു സ്മോളർ ഹോസ്പിറ്റലിന് കിട്ടിയെന്നിരിക്കില്ല. ഉദാഹരണം ഒരു ക്രെഡിറ്റ് ലിമിറ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ചില ഹോസ്പിറ്റൽസ് ഇൻ കൊച്ചി ഓർ ബിഗ് സോ കോൾ ഹോസ്പിറ്റൽ കം മെഡിക്കൽ കോളേജ് ഓർ വാട്ട് എവർ, ദേ ആർ ഗിവൺ ക്രെഡിറ്റ്സ് ഓഫ് 6 months and all. ഇത് സാധാരണക്കാരനാണെങ്കിൽ 45 days അല്ലെങ്കിൽ മുമ്പ് തന്നെ ചെക്ക് കൊടുക്കണം, ആദ്യം തന്നെ കൊടുത്താലേ ഞങ്ങൾ സപ്ലൈ ചെയ്യുള്ളൂ. അതൊക്കെയാണ്. മറ്റാൾ 6 മാസമായിട്ട് ചിലപ്പോൾ 20% ചാരിറ്റി എന്ന് പറഞ്ഞു 30% ചാരിറ്റി എന്ന് പറഞ്ഞു അതിൽ നിന്നും പ്രൈസ് കുറച്ചിട്ട് 6 months പൈസ മേടിച്ചിട്ട് എന്നാൽ ആ മരുന്ന് അവിടെ വില കുറവിന് കൊടുക്കുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. ഐ വുഡന്റ് ലൈക്ക് ടു കമന്റ് ഓൺ ദാറ്റ് ആക്ച്വലി. സോ ഈ കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ആണ് സത്യം പറഞ്ഞ. ഡോക്ടർ ഈ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നാണോ ഡോക്ടർ എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സിലോട്ട് എത്തിയത്? എക്സാക്ട്ലി. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മോട്ടോ പറഞ്ഞ പോലെ ജേർണി ടു എ മോർ കോൺഫിഡൻറ്റ് യു എന്നായിരുന്നു. ബിക്കോസ് ഐ ഡിൻറ്റ് വോണ്ട് ടു പോളറൈസ് പീപ്പിൾ. ഇങ്ങനെ ഇരുന്നാലാണ് ഭംഗിയുള്ളൂ, ഇങ്ങനെയാണെങ്കിൽ അല്ല എന്ന്. ഐ വോണ്ട് ടു സേ ഓൾ ഓഫ് യു ആർ ബെറ്റർ, ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് യു ബെറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ടു ഇറ്റ്സ് ജസ്റ്റ് മോഡിഫിക്കേഷൻ ഓഫ് വാട്ട് എക്സിസ്റ്റ്. അല്ലെങ്കിൽ ഒരു 40 വയസ്സുള്ള ഒരാളെ 25 നിങ്ങൾ എങ്ങനെ ഇരുന്നിരുന്നോ, ഐ വിൽ ട്രൈ ടു ഗെറ്റ് യു ഡൗൺ ലിറ്റിൽ ബിറ്റ് ടു 30s, നോട്ട് ടു 25 അറ്റ്ലീസ്റ്റ്. ബട്ട് ദെൻ ആസ് ആൻഡ് വെൻ ഐ റിയലൈസ്ഡ്, now that I am little more experienced and traveled abroad, I realized what may be lacking, if I may say so. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ കാര്യം. ബട്ട് ഇൻ ജനറൽ sometimes lot of treatments lack evidence. It is lot of commercial way of dealing with it. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ it's almost like selling a package, and the staff is also incentivized to sell a package. ഓക്കെ, ഇതിൻ്റെ കൂടെ റിലീസ് ഹെയർ റിമൂവലിന് തന്നെ ആ മൂക്കുരുണ്ടല്ലോ, മൂക്കുരും ചികിത്സിക്കണ്ടേ, സ്കാർ ഉണ്ടല്ലോ, അതിന് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നാളെ വന്നു കഴിഞ്ഞാൽ ഇത് എടുത്ത് കളയാൻ നമുക്ക്. അയാൾ വന്നത് വെറും ഹെയർ റിമൂവലിനാണ്. നമ്മൾ അപ്പോഴേക്കും ഒരു 5 കാര്യം അയാളുടെ മുഖത്തേക്ക് ഇട്ട് കൊടുത്ത് മേക്കിംഗ് ഹിം ഫീൽ ലൈക്ക് സംതിങ് ഇസ് റോങ്, which is a commercial way. I'm not saying there's anything wrong with it. Sometimes even I do it in a way that in a subtle way important ആണെന്ന് തോന്നണം. ഞാൻ പറയും ഇതൊരു സ്കാർ ഉണ്ട് കേട്ടോ, നമുക്ക് കളയാട്ടോ എപ്പോൾ വേണമെങ്കിലും. ഇനി കളയണ്ടെന്ന് വെച്ച് കളയാതിരിക്കും, പറ്റില്ല എന്ന് വെച്ച് കളയാതിരിക്കേണ്ട, ഓപ്പർച്യൂണിറ്റി ഉണ്ട് കളയാന്ന്. ബട്ട് ഇറ്റ്സ് അപ് ടു യു. ഐ എം വെരി ക്ലിയർ ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഐ തിങ്ക് നമുക്ക് വരേണ്ട പേഷ്യൻസ് നമുക്ക് വരുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ബിയോണ്ട് ദ പോയിന്റ് ആക്ച്വലി. ബട്ട് നവഡേസ് പീപ്പിൾ ടെൻ ടു സെൽ ദീസ് പാക്കേജസ്, ആൻഡ് ഈ പാക്കേജസിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഞാൻ എപ്പോഴും ഇപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ പുരാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇഫ് ഐ ആം ടോക്കിംഗ് അബൌട്ട് മഹാഭാരത, സിൻസ് ഐ ലവ് ദീസ് സ്റ്റോറീസ് ആക്ച്വലി. പണ്ട് കൊച്ചിലെ കേട്ട് ഇപ്പോൾ വേദവ്യാസൻ ഗണപതിനെ കൊണ്ട് എഴുതിച്ചു എന്നാണല്ലോ ശരിക്കും പറയണേ ഈ കഥ. ബട്ട് ഗണപതി വെച്ച ഒരു പോയിന്റ് വാസ് ആക്ച്വലി ഞാനത് എഴുതാം, ബട്ട് എവറി പോയിന്റ് അറ്റ് ടൈം ഇഫ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ദർ ഷുഡ് ബി എ റീസൺ ഫോർ ദാറ്റ്. ലോജിക്കും റീസണിങ്ങും ഇല്ലാത്തൊരു കാര്യമായിരിക്കരുത്. സോ എൻറ്റയർ സ്റ്റോറി മഹാഭാരത there's a reason why Karna was killed like that, why Arjuna did like this, why Draupadi this happened. Everything there's an explanation, some backstory which is reason saying this happened like this because of some karma, this is linked to this, so you had to get over that. അങ്ങനെ സെയിം രീതിയിൽ ഐ ഫീൽ ഓൾ ദീസ് പുരാണ അന്ന് എഴുതിക്കണ ഇറ്റ് വാസ് നോട്ട് റിലീജിയൻ ബേസ്ഡ് ഓൺ എനിത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡയറക്റ്റീവ് ഫോർ വേ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് നത്തിങ് ഡു വിത്ത് എനിത്തിങ്. അപ്പോൾ ഹിന്ദുയിസം ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന സാധനം കൊണ്ട് അങ്ങനെ പേര് വന്നു. ദർ വാസ് നെവർ എ റിലീജിയൻ പേഴ്സണലി അല്ലേ. ഇറ്റ് വാസ് ഓൾ അബൌട്ട് എ സിവിലൈസേഷൻ, എ കൾച്ചർ. വി ആർ എ കൾച്ചർ ബേസ്ഡ് ആക്ച്വലി സിവിലൈസേഷൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദിസ് ഈസ് ജസ്റ്റ് ടു സേ ദാറ്റ് വാട്ട് എവർ യു ഡു ഇൻ ലൈഫ് ദർ ഷുഡ് ബി എ റീസൺ ഫോർ ദാറ്റ്. ദർ ഷുഡ് ബി എൻ എക്സ്പ്ലനേഷൻ. റാൻഡംലി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആൻഡ് എസ്പെഷ്യലി ഇൻ മെഡിക്കൽ ഫീൽഡ് എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ I will be any day able to justify why I did that. Why was this given? ഞാനൊരു 5 പ്രിസ്ക്രിപ്ഷൻ 5 അല്ലെങ്കിൽ 3 ട്രീറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ക്ലിയർലി ഏബിൾ ടു എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് ഈ ലേസർ ചെയ്യുമ്പോൾ ഇത് കൊളാജൻ എലാസ്റ്റിൻ സ്റ്റിമുലേഷൻ ഉണ്ടാവും. സ്റ്റിമുലേഷൻ വരുമ്പോൾ മേ ബി ഐ മേ ഗീവ് സം സ്കിൻ ബൂസ്റ്റേഴ്സ് വിച്ച് വിൽ ബിക്കോസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ റിസൾട്ട്സ് ആക്ച്വലി. അത് കഴിയുമ്പോൾ ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു പീൽ ചെയ്യാം സോ ദാറ്റ് പിഗ്മെൻറ്റേഷൻ ഇംപ്രൂവ്സ്. അലോങ് വിത്ത് ഇറ്റ് യൂസ് കണ്ടിന്യൂ സർട്ടൻ മോയ്സ്ചറൈസേഴ്സ്. ഇത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ വളം ഇടാന്ന് പറയുന്ന പോലെ. ആൻഡ് സംതിങ് ആസ് എ പ്രൊട്ടക്ഷൻ. ഐ മീൻ എവറിത്തിങ് ഹാസ് എ റീസണിങ്. ഇഫ് ദർ ഇസ് നോ റീസണിങ് ഐ വിൽ നെവർ ഡു ദ ട്രീറ്റ്മെൻറ്റ്. സോ ദ ഹോൾ ലോജിക് വാസ്
I will strictly follow to an ethics because നമ്മളൊരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ എവറിബഡി തിങ്സ് അബൌട്ട് സം മാർക്കറ്റിംഗ് വേ അല്ലേ, ഹൗ കെൻ ഐ മാർക്കറ്റ് യുവർ സെൽഫ്. അപ്പം ഞാൻ എന്നെ തന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വാട്ട് ഐ സീ സ്ട്രോങ് ക്വാളിറ്റി ഇൻ മീ ഇസ്, besides I can say ethics, which people may recognize, may not recognize, is my scientific knowledge. So I should utilize what is strong inside me. So what I do, I'll be different by saying I will be approaching everybody in a very scientific way. If it's not scientific, that won't be done. So അങ്ങനെയാണ് എവിഡൻസ് ബേസ്ഡ് സ്കിൻ കെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നത്. വേർ ഐ ഫെൽറ്റ് ദാറ്റ് ഷുഡ് ബി, ഇനി ഞാനിപ്പോൾ 4-5 ക്ലിനിക്ക് തുടങ്ങിയാലും this will be the criteria for any of the branches, that we will be following strictly only evidence-based skincare. And honestly, I feel that is what not only me, any doctor should be doing actually. There should be no illogical things. അപ്പോൾ ശരിയാണ്, ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കുന്നു, പോണ വഴിക്ക് ഫാർമസി കണ്ടിട്ട് നല്ലൊരു ബ്രാൻഡ് കണ്ടു, ഡോക്ടർ ഇത് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മേടിച്ചോളൂ, കുഴപ്പമില്ല. ബട്ട് ആസ് എ ഡോക്ടർ യു ഷുഡ് നോട്ട് ബി പുഷിങ് more than what is required. We should be treating what is required. You can suggest whatever options are there, but nothing beyond that. Don't take a patient as a commercial object. ആ ഒരു ഐഡിയയിലായിരിക്കണം പ്രാക്ടീസ് വേണ്ടത്. ഫിറ്റ്നസ്സിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചറിയാം, ഇപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും ജനറലി അറിയുന്ന കാര്യമാണ്, 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, അതുപോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സേഫ്. ഈ 6 പാക്ക് ഇപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്സിനെ വിസിബിൾ ആകുന്ന രീതിയിൽ ഫാറ്റ് റിഡക്ഷൻ ചെയ്യുമ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും നമുക്ക് പ്രശ്നം ഉണ്ടാകില്ലേ? ഇല്ല, ഐ ഹൗ ഈ 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വേണ്ട നമ്മൾ പല രീതിയിലും ചെയ്യാം. ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഡയറ്റ് പ്ലാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിനാണ് നാച്ചുറൽ വേ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ആക്ച്വലി നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ, ഞാൻ എൻ്റെ എവിഡൻസ് ബേസ്ഡ് സ്കിൻ കെയറിൽ എൻ്റെ ഈ ചോദ്യം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഇസ് ഇൻ ലൈക്ക് യു നോ യു മേക്കിംഗ് പീപ്പിൾ ഈസി സെയിങ് ദാറ്റ് ഒന്നും ചെയ്യാതെ നീ ഈ പ്രൊസീജിയറൊക്കെ ചെയ്ത് കൊണ്ടുവരുത്താന്നുള്ളത്. ഞാൻ എൻ്റെ എയിം അതല്ല. certain people find it very difficult to lose fat. എന്ത് ചെയ്താലും ഒന്ന്. സെക്കൻഡ് തിങ്, certain people can't do exercise beyond a point. ഇപ്പം നമുക്ക് ഒരു ലെറ്റ്സ് സേ ഒരു അക്കിലസ് ടയർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഡൻ റപ്ചർ ഉണ്ടെങ്കിൽ അവൻ്റെ ഏരിയയിലെ മസിൽ വീക്കാണ്, പണ്ടത്തെ പോലെ ജിം എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറി വീണ്ടും വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ത്രെട്ടൻ ഹേർണിയ ഇൻ സം പ്ലേസസ്. ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മെഡിക്കൽ റീസൺസ്. എന്നാൽ അങ്ങനത്തെ ആൾക്കാരെയും ഒരു ഫിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ് ഇത് ആക്ച്വലി. നോട്ട് എക്സാക്ട്ലി ഫോർ എ ലേസി പേഴ്സൺ ഹു വാണ്ട്സ് ടു ലുക്ക് ഗ്രേറ്റ് ബട്ട് നോട്ട് ഡു എനിത്തിങ് എന്നല്ല. യു ഡു യുവർ എക്സസൈസ്, അലോങ് വിത്ത് ദാറ്റ് വിൽ സപ്പോർട്ട് യു ഇൻ ദാറ്റ്. That is the right way of going about it, because the latest concept says that along with aerobic, anaerobic exercise also is very important. Till the age of 40 maybe aerobic exercise and all is fine. After the age of 40, core strengthening exercises and weightlifting is extremely important. എന്നാൽ മാത്രമേ നമ്മൾ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വി ആർ ഓൺലി അസിസ്റ്റിംഗ്. ഐ വിൽ നെവർ സേ ദാറ്റ് ദിസ് വിൽ ബി എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. പിന്നെ ഈ ഹൈഫം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പ്രൊസീജിയറാണ് ഒരു പർട്ടിക്കുലർ, വിച്ച് ഈസ് ലൈക്ക് ഡൂയിങ് 30,000 അബ്ഡമിനൽ ക്രഞ്ചസ് ഇൻ 30 minutes എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി. ലിറ്ററലി അത്ര അല്ലെങ്കിലും ദ എഫക്റ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ പല എക്സസൈസും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു ഓപ്ഷനാണ്. ദാറ്റ് ദേ ഹവ് റെഡ്യൂസ് ദ വെയിറ്റ് ബട്ട് ദേ വോണ്ട് ടു മെയിൻറ്റെയിൻ ദ സ്ട്രെങ്ത്. ഇതൊരു ഓപ്ഷനായിട്ട് വരും. അപ്പോൾ ഐ വിൽ നെവർ സേ ദാറ്റ് ഡു ഓൺലി ദിസ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ക്യാൻ സപ്പോർട്ട് യു ഈവൺ ഇഫ് യു കാൺ ഡു ദിസ്. ആ രീതിയിൽ പറഞ്ഞതായിരിക്കും സ്ട്രെങ്ത്. പിന്നെ ഓഫ് കോഴ്സ് ഓവർ ഡൂയിങ് എവറിത്തിങ് ഇസ് റോങ് ആക്ച്വലി. നമ്മൾ ഇപ്പം എൻ്റെ എവിടെയെന്ന് വെച്ചാൽ ഐ ഹാവ് എ ഡയറ്റീഷ്യൻ, ഐ ഹാവ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. ദാറ്റ് ഈസ് വൺ ഡിഫറൻസ് ഐ വോണ്ട് ടു മേക്ക്. ഐ ഡിഡ്ന്റ് വോണ്ട് ടു ബി ലൈക്ക് എ ക്ലിനിക് വേർ നമ്മൾ വരുന്ന ഒരു പ്രൊസീജിയർ പറയുന്നു കഴിയണു. ഇപ്പോൾ ഡയറ്റിനെ കുറിച്ച് ഒത്തൻറ്റിക്കായിട്ട് എത്ര സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ എക്സ്പേർട്ട് അല്ല. ഒരു MSc ഡയറ്റീഷ്യൻ പഠിച്ചൊരു വ്യക്തിയുടെ അത്രയും പോലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ആക്ച്വലി. സോ ഐ ഹാവ് അപ്പോയിൻറ്റഡ് എ പേഴ്സൺ ഹൂസ് ആക്ച്വലി ഗോയിങ് ടു prescribe your diet depending whether you're diabetic, you're hypertensive, cardiac issues undo. The whole idea is to maintain a healthy lifestyle, not just aesthetics alone. It is a holistic picture. സെയിം രീതിയിൽ നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. ഫിസിയോതെറാപ്പിസ്റ്റ് എക്സ്പ്ലെയിനിങ് ടു യു വേർ ദ ഫോക്കസ് ഷുഡ് ബി, വാട്ട് ഓൾ ടൈപ്പ് ഓഫ് എക്സസൈസ് ഷുഡ് ബി. ഇതൊക്കെയും ഒരു സാധാരണ ഒരു സ്കിൻ ക്ലിനിക്കിൽ ഇല്ലാത്തൊരു കാര്യമാണ്, വിച്ച് ഐ ഹാവ് പുട്ട് ഇൻ മൈ ക്ലിനിക്. ബിക്കോസ് ഐ ഫീൽ ദ അപ്രോച്ച് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഹോളിസ്റ്റിക്, നോട്ട് അബൌട്ട് വൺ പോയിന്റ് അലോൺ. എത്ര നാളത് നിൽക്കും? റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ പെർമനന്റ് ആണ് ആക്ച്വലി, ഇഫ് യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇൻ എ റീസണബിൾ വേ. അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നുമില്ല. നമ്മൾ വി ഗെറ്റ് ഇൻ ടു എ ലൈഫ് സ്റ്റൈൽ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്
as well as a basic minimal requirement of exercise and occasional treatments like with people like me, it can be affordable and maintained forever as long as required. ബിക്കോസ് ഈ എല്ലാ ഡിഫക്റ്റുകളും വെരി ലാർജ് എക്സ്റ്റെൻറ്റ് വരുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കാരണമുണ്ടാണ്. ആസ് ലോങ് ആസ് വി റെക്ടിഫൈ ദാറ്റ്, വൈ നോട്ട്? ആൻഡ് നമ്മുടെ ബോഡി ഒരു പർട്ടിക്കുലർ ഒരു മെറ്റബോളിസത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിവേഴ്സ് ആവില്ല. ബിക്കോസ് യു ആർ റണ്ണിങ്. ഇപ്പോൾ നമ്മൾ 5 ദിവസം ജിമ്മിൽ പോകുന്ന ഒരാൾ 2 ദിവസം ജിമ്മിൽ പോയില്ല എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ആക്ച്വലി. ഒരിക്കലും പോകാത്ത ആൾ ഫസ്റ്റ് 4 days പോയിട്ട് പിന്നെ 2 ദിവസം പോയില്ലെങ്കിൽ it shows like 2 ദിവസം ആകുമ്പോഴേക്കും it doesn't make a difference. You reach a particular level, your metabolism increases because your brain activity is functioning in such a way that today I will be exercising in such a way എന്ന് ഓൾറെഡി പ്രീ-പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആണ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരോട് അവർക്ക് 10 മണിയായാലും അവർക്ക് വിശക്കില്ല അല്ലേ? എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ 8 മണി 9 മണിയാണ് കഴിച്ചില്ലെങ്കിൽ വിശന്നിട്ട് ചെയ്യാന്ന് പറയും അല്ലേ? ഇറ്റ്സ് ഇസ് ഹൗ യുവർ ബോഡി അഡാപ്റ്റ്സ് ടു ദാറ്റ് ബേസിക്കലി. ലൈക്ക് യു ഷെയർ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു, ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് 42 പോഡ്കാസ്റ്റ്. ഇറ്റ്സ് ബീൻ ആൻ ഓണർ ഹാവിങ് യു. മൈ പ്ലഷർ ആൻഡ് ഓണർ ടു ബി പാർട്ട് ഓഫ് യുവർ പോഡ്കാസ്റ്റ്. എനിക്ക് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ഓണസ്റ്റ് അപ്രോച്ച്, വെരി അൺബയസ്ഡ് അപ്രോച്ച്. So that is the reason I am also privileged to be there with you. Thank you.